നിങ്ങളുടെ വിവാഹം പ്രണയ വിവാഹമായിരുന്നു? ജോ പ്രോഗ്രാമിനുണ്ടായിരുന്നോ? ഇത് ആദ്യമായിട്ടോ പറയുന്നേ. പോയി കണ്ടു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇതേ ഈ പെണ്ണ് തന്നെയാണ്. ജോയുടെ പല കാര്യങ്ങൾ ആർക്കും അറിയത്തില്ല. ജോ പൊളിറ്റിക്സിലായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നില്ല എന്റെ പേരൻസ് എന്നെ ഞങ്ങൾ കല്യാണം കഴിച്ചത്. കല്യാണത്തിന് മുമ്പേ ഇവര് രണ്ടുപേരും കൂടെ ഒരു ഡാൻസ് ചെയ്തു. അച്ചാച്ചൻ മരിച്ചതിന് ശേഷം ആ സമയത്തൊക്കെ ഒത്തിരി ഞങ്ങൾക്കെതിരെ എന്നെ പേഴ്സണലി, ജോനെ പേഴ്സണലി, ഫാമിലിനെ പേഴ്സണലി പലതും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ അത് വലിയൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യമാണ്. എനിക്ക് എപ്പോഴും ഇഷ്ടം മാണി സാർ എന്ന് പറയുന്നതോ KM മാണി സാർ എന്ന് പറയുന്നതോ അല്ല KM മാണി എന്ന് പറയുന്നതിനേക്കാൾ ഇഷ്ടം അച്ചാച്ചൻ എന്ന് പറയുന്നതാണ്. ഞാൻ ഉപയോഗിക്കുന്നതല്ല എപ്പോഴും ഒന്നല്ലെങ്കിൽ ജോയുടെ പഴയത് അല്ലെങ്കിൽ അച്ചാച്ചന്റെ പഴയ ഫോണും കാറും എല്ലാം അങ്ങനെ. ഞാനിങ്ങനെ വഴി കൂടെ പോകുന്നവർക്കൊക്കെ ലിഫ്റ്റ് കൊടുക്കും. അല്ല, ആ വണ്ടി എന്ന് പറയുന്നത് എല്ലാ സാധനങ്ങളും കാണും. ആടിന്റെ ഭക്ഷണം കേട്ടും മത്തി മീൻ കേട്ടും ഇതിന്റെ ഇടയ്ക്ക് പട്ടിയെ പ്രസവിപ്പിക്കുന്നത് പോലും ചിലപ്പോൾ ഒരു പട്ടി പ്രസവിച്ചു. അതിൽ 11 പിള്ളേരുണ്ടായാലും 8 പട്ടിക്കുട്ടികളുണ്ടായത് വണ്ടിയിലായിരുന്നു. കുറച്ചധികം മര്യാദ കൂടിപ്പോയോ? ഞാൻ ഒരാളെയും ഹേർട്ട് ചെയ്യാൻ, എൻ്റെ ശത്രുവാണെന്ന് ഹേർട്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നയാളല്ല. ഒരു ജെന്റിൽമാൻ ആകുന്നതിനൊന്നും കുഴപ്പമുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. ജോസ് കെ മാണി സാറിനോടൊപ്പം നിഷ മാം കൂടി ചേരുന്നു. നമസ്കാരം രണ്ടുപേർക്കും. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കാണുമ്പോഴേ ഈ റീലുകളൊക്കെ കണ്ടിട്ടുള്ള ഒരു പരിചയം വെച്ച് ചോദിക്കുകയാണ്, നിങ്ങളുടെ വിവാഹം പ്രണയ വിവാഹമായിരുന്നു? അത് നിഷ പറയട്ടോ. എല്ലാരും ഇങ്ങനെ ചോദിക്കാറുണ്ട്. ആരുമൊക്കെ പറഞ്ഞു ജോ എന്നെ കല്യാണത്തിന് മുമ്പേ കണ്ടിട്ടുണ്ടെന്ന്. കല്യാണത്തിന് മുമ്പ് കണ്ടിട്ടുള്ളൂ, പെണ്ണ് കാണാൻ പോയിട്ടുണ്ട്. പെണ്ണ് കാണലിന്റെ മുമ്പ് കണ്ടിട്ടുണ്ടെന്ന് ആരുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് എനിക്കിതുവരെയും എനിക്കായിട്ട് അറിയത്തില്ല. ഞാൻ എന്തായാലും ഞങ്ങളുടെ പെണ്ണ് കാണലായിരുന്നു എൻ്റെ വീട്ടിൽ ആലപ്പുഴ തറവാട്ടില്. എൻ്റെ ഗ്രാൻഡ് ഫാദറും എല്ലാവരുമായിട്ട് ആലോചിച്ചിട്ടുള്ള ഒരു കല്യാണം തന്നെയാണ്. അങ്ങനെയാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും ഒരു വിശ്വാസം. പക്ഷേ ഇത്രയേ ഉള്ളൂ, ഒരു കോൺടെസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ അത് അതെ, ഒരു രമണിക എന്ന് പറഞ്ഞ അവരാണ് അതിൽ ഒന്ന് ഓർഗനൈസ് ചെയ്തത്. പക്ഷെ ആരൊക്കെ അതിനകത്ത് കണ്ടസ്റ്റ് ചെയ്യാൻ പോകുന്നതൊന്നും നമുക്കറിയില്ല. അപ്പം അവര് എൻ്റെ ഒരു സുഹൃത്തുക്കളാണ്. അപ്പം ഇങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ആ പ്രോഗ്രാം എറണാകുളത്ത് വെച്ചായിരുന്നു. അങ്ങനെ ഇതിന് പ്രോഗ്രാം പോയി കണ്ടു. പ്രോഗ്രാമിനുണ്ടായിരുന്നോ? ഇത് ആദ്യമായിട്ടോ പറയുന്നേ. എപ്പോൾ ഞാൻ എത്ര നാളായിട്ട് ചോദിക്കുന്ന എല്ലാരും പക്ഷെ അവിടെ ഈ പ്രോഗ്രാം കണ്ടു പോന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം പത്രത്തിൽ വന്നപ്പം ആ പ്രോഗ്രാമുള്ള ഒരാള് കേരളത്തിന്റെ ആണ് എങ്കിലും അവിടുത്തെ ഒരു പെൺകുട്ടി ഇങ്ങനെ മിസ് കേരളയായെന്ന് പറയുന്നത്. അത് ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഇത് ഈ പറഞ്ഞ അത് കഴിഞ്ഞ് പോയി. അല്ല, അപ്പൊ അങ്ങനെ പോയി കണ്ടു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇതേ ഈ പെണ്ണ് തന്നെയാണ്. ഞാനൊരു തമാശ ശരിക്കും ഉണ്ടായിരുന്നു. ലവ് ഉണ്ടോ ശരിക്കും? കല്യാണത്തിന്റെ അന്ന് പെണ്ണ് കാണാൻ വന്നപ്പോ ഒന്നും ലവ് ഒന്നും ഇല്ലായിരുന്നു. എനിക്ക് അങ്ങനെയൊന്നുമല്ല. നമ്മള് ആളെ അറിയുന്നേ ഉള്ളൂ, കാണുന്നു, നല്ല ആള്. ഫാമിലിയോട് ഭയങ്കര ലവ് തോന്നി. കാരണം ഫാമിലി എന്ന് പറയുമ്പോൾ ജോസിന്റെ ഫുൾ ഫാമിലി അവര് ഭയങ്കര ഒരു എന്നാ പറയാ ഭയങ്കര കംഫർട്ടബിൾ ആക്കിയായിരുന്നു എന്നെ. എനിക്കപ്പം അവരുടെ കൂടെ അച്ചാച്ചൻ എപ്പോഴും ഓർക്കുന്നുണ്ട്, വന്നിരിക്കും മോളെ എന്ന് പറഞ്ഞ് എന്നെ. ഞാൻ അവിടെ നിൽക്കുമായിരുന്നു. അപ്പം എന്നെ വിളിച്ച് ഇങ്ങനെ ഇരുത്തി. അപ്പൊ ഫാമിലിനോടൊരു ഭയങ്കര ഒരു ലവ് തോന്നി. അത് ആ ഒരു എനിക്ക് കംഫർട്ടബിൾ ആയിരുന്നു. റീൽസ് ഒക്കെ കാണുമ്പോഴേ നിങ്ങൾ തമ്മിൽ ഭയങ്കര ഒരു സിങ്ക് ആണ്, ഭയങ്കര ഒരു ക്യൂട്ട്നെസ് ഉണ്ട് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് തോന്നാറുണ്ട്. ശരിക്കും അങ്ങനെ തന്നെയാണോ? അതെന്താണെന്നറിയോ? എന്താന്ന് വെച്ചാൽ ജോ ഒരു ഭയങ്കര പ്രൈവറ്റ് പേഴ്സണാ, ഞാൻ ഭയങ്കര പബ്ലിക് പേഴ്സണാ. അപ്പം എന്റെ ഇതിലാണ് പബ്ലിക് പേഴ്സൺ എന്ന് ഉദ്ദേശിച്ചത് ഞാൻ ഷെയർ ചെയ്യും, കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യും. റീൽസിലാണെങ്കിലും അല്ലാതെയാണെങ്കിലും തുറന്ന് സംസാരിക്കുന്നത്, അങ്ങനത്തെ ഒരു ഇതാ. അപ്പം എന്റെ ഇതിന്റെ അകത്തുനിന്നാണ് കാണുന്നത്. അത് ശരിക്കും ഞാൻ കുറച്ചുകൂടെ കോഷ്യസ് ആയിരിക്കും പറയുമ്പോൾ, വാക്കുകൾ പറയുന്നത്. അപ്പൊ ഞാനും അറിയാതെ വേറെ ഒരു തെറ്റായ വാക്ക് പോയാൽ പിന്നെ പ്രശ്നമാണ്. ശരിക്കും പിന്നെ എന്തും പറയാവുള്ളൂ. അങ്ങനെ പറയാൻ പറ്റില്ല. ജോയുടെ വൈഫായോണ്ട് അങ്ങനെ എന്തൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ പിന്നെ മനസ്സിലായത് കുറെ നാളെടുത്തു കേട്ടോ.
അതിനെല്ലാം പറയുമായിരുന്നു. അപ്പം ഞങ്ങളുടെ ഇപ്പം പ്രൈവറ്റ് മൊമെന്റ്സിൽ പിള്ളേരും ഒക്കെ എടുക്കുന്ന എന്തെങ്കിലുമൊക്കെ ഞാൻ അത് പോസ്റ്റ് ചെയ്യും. അപ്പൊ അതിൻ്റെ അകത്ത് എന്താന്ന് ചോദിച്ചാൽ ദാറ്റ് ഇസ് അസ്. ഞങ്ങളുടെ ഞങ്ങൾ ഹൂ എം ഐ, ഹൂ ഇസ് ഹി എന്നുള്ള ഞാൻ സാധാരണ ഈ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പോസ്റ്റ് ചെയ്യാറില്ല. അത് ശരിയാണ്, പേഴ്സണൽ കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യാറില്ല. കാരണം നമ്മൾ പകുതിയല്ല, ഒരു 90% ടൈം ഒഫീഷ്യലാണല്ലോ. പുറത്താണ്, ജനത്തിൻ്റെ കൂടെയാണ്, അല്ലെങ്കിൽ പ്രോഗ്രാംസിലാണ്. അതുകൊണ്ട് ഈ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങോട്ട് വിട്ടുകൊടുത്തു. അപ്പൊ അവിടെയാണ് അത് ഓപ്പൺ ആയിട്ട് പോകുന്നത്. ഈ മകളുടെ കൂടെ ഡാൻസ് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നില്ലേ കല്യാണത്തിന്റെ തലേന്നാ? അങ്ങോട്ട് ജോ നല്ലൊരു ഡാൻസറാണ്. ജോന് ഡാൻസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് ശരിയാണ്. ഞാൻ ഐ എം നോട്ട് എ ഡാൻസർ. എനിക്ക് ഡാൻസ് അങ്ങനെ ഒരു ഇത് നേരെ തിരിച്ചാട്ടോ നമ്മൾ വിചാരിക്കുക. അതാണ് ജോയുടെ പല കാര്യങ്ങൾ ആർക്കും അറിയത്തില്ല. ശരിക്കുള്ള ജോ ഞങ്ങള് ഫാമിലി മെമ്പേഴ്സിന് അറിയാം. അപ്പം അന്ന് മോളുടെ കൂടെ മോക്കും രണ്ടാമത്തെ മോക്കും ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ് ചെയ്യാൻ. അപ്പം അവരുടെ കല്യാണത്തിന് ഋത്തിക്കായിക്ക്. അപ്പൊ കല്യാണത്തിന് മുമ്പേ ഇവര് രണ്ടുപേരും കൂടെ ഒരു ഡാൻസ് ചെയ്തത്. അന്ന് എന്നെ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ നിന്ന് ഇവർ രണ്ടുപേരും കൂടെ ഡാൻസ് ചെയ്തു. അതായിരുന്നു ഞാൻ ഷെയർ ചെയ്തത്. ഒത്തിരി വഴക്കം പറഞ്ഞു. പക്ഷെ എനിക്ക് അത് ഭയങ്കര ക്യൂട്ടായിരുന്നു. കാരണം അത് അവളുടെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു അവളുടെ അപ്പൻ്റെ കൂടെ ഡാൻസ് ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ അത് ഞങ്ങള് ഫ്രണ്ട്സ് എല്ലാരും കൂടെ ഒരു ക്ലോസ് ഫാമിലി ആയിരുന്നു. എല്ലാരും കൂടെ ഇരിക്കുമ്പോഴായിരുന്നു ഇവർ രണ്ടുപേരും ഡാൻസ് ചെയ്തത്. അത് ഭയങ്കര ക്യൂട്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അത് പോസ്റ്റ് ചെയ്തത്. നിഷ മാമിൻ്റെതായിട്ട് ഒരു ഐഡന്റിറ്റി ഉണ്ട്. പുസ്തകം എഴുതിയിട്ടുണ്ട്, മറ്റേ ഒരുപാട് NGOs ആയിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ക്യാൻസറിനെതിരെ സംസാരിക്കാനും അതിൻ്റെ സർവൈവേഴ്സുമായിട്ടും ഫൈറ്റേഴ്സൊക്കെ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. ഒറ്റയ്ക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ടായിക്കോട്ടെ ഭാര്യയ്ക്ക്. അങ്ങനെ അല്ല, ഞാനത് എൻ്റെ പിള്ളേരാണേലും ഇവരാണേലും വൈഫാണേലും നിശ്ചയാണേലും അപ്പം എന്തെങ്കിലും ഒരു പ്രത്യേകിച്ച് ഒരു ഹിഡൻ ടാലൻറ്റ് അല്ലെങ്കിൽ ടാലൻറ്റ് തന്നെ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ അവരത് ഉപയോഗിക്കട്ടെ. വെറുതെ അതിന് നമ്മൾ ഈ വെറുതെ ഒളിച്ചു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് പ്രയോഗിക്കാതിരുന്നിട്ട് എന്താ കാര്യം? യൂസ് ഇറ്റ്. അത് മറ്റുള്ളവർക്കും പ്രയോജനം കൂടി ആയിട്ടുള്ള കാര്യങ്ങൾ പലതും ഉണ്ട്. അപ്പോൾ അത് യൂസ് ഇറ്റ് എന്നുള്ളതാണ്. ഞാൻ എൻ്റെ മക്കളോട് പറയും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടെൽമി, നമുക്കത് ചെയ്യാം. അപ്പം ഞാൻ എൻകറേജ് ചെയ്യൂ. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ള എല്ലാ പിന്തുണയും തരാം അതിനകത്തുള്ള. അതുകൊണ്ട് നിഷയോട് ഞാനും പറഞ്ഞിട്ടുണ്ട്, ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്നാ വലിയ ഒരു കോൺട്രവേഴ്സി വരുന്ന കാര്യങ്ങളല്ല. പക്ഷെ ചില കാര്യങ്ങളുണ്ടല്ലോ നമ്മൾ ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്യാൻ നോക്കും. പക്ഷേ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ പോലുള്ള സാധനങ്ങളുണ്ട്, അത് കോൺട്രവേഴ്സിയെ കൊണ്ട് എത്തിക്കും. അപ്പം ഞാൻ പറയും, ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ വന്നേക്കാം, പക്ഷേ ധൈര്യമായിട്ട് പൊക്കോ എന്ന് പറയും. അങ്ങനെ വലിയൊരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെനിക്ക് സന്തോഷം. കാരണം പിന്നെ അല്ലെങ്കിൽ പിന്നെ കൂടുതൽ സമയം ഞാൻ പുറത്ത് നിൽക്കുകയും, പുറത്തെന്ന് പറഞ്ഞാൽ പബ്ലിക്കിൻ്റെ ഇടയ്ക്ക് തിരിച്ചു വരുമ്പോൾ ടോട്ടലി അല്ലേ വീട്ടിലിരിക്കുകയും പിന്നെ നമുക്ക് ഒരു ടൈം കൂടുതൽ ഷെയർ ചെയ്യാൻ പറ്റാത്ത ഒരു എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അത് വളരെ പോസിറ്റീവായിട്ട് ചെയ്യാനും പറ്റും. കൂടുതൽ സോഷ്യൽ വർക്കും ചെയ്യാൻ പറ്റുന്നുണ്ട്. രണ്ടുപേരും സാഹസികരാണ്. നേരാ. പക്ഷെ ജോയുടെ അഡ്വഞ്ചേഴ്സ് അല്ല, അത് പറഞ്ഞു ഞാൻ വേറെ രീതിയിലാണ്. വേറെ രീതി എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറയുന്ന ഏത് കാര്യം ചെയ്യാൻ ഞാൻ ചെയ്യുമ്പോഴൊന്നും ഒരു പബ്ലിസിറ്റിയും കൊടുക്കൂല. ഞാനിപ്പം എല്ലാം ചെയ്യും. പാരാഗ്ലൈഡിംഗ്, ബഞ്ചി ജമ്പിംഗ് പാരാസെയിലിംഗ് ചെയ്തിട്ടുണ്ട്, പാരാഗ്ലൈഡിംഗ് ചെയ്തിട്ടുണ്ട്, വിൻഡ് സർഫിംഗ് ചെയ്തിട്ടുണ്ട്. ജോ ഞാൻ ചെയ്തിട്ടില്ല, എനിക്കിതൊന്നും പറ്റത്തില്ല. മാം എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? ജോ എല്ലാം കടലിന്റെ മുകളിൽ, ഞാനെല്ലാം കടലിന്റെ താഴെ. പക്ഷേ ഈ കടൽ മാത്രമായിട്ട് ബന്ധപ്പെട്ടല്ല ഞാൻ പറഞ്ഞത്. ഏത് കാര്യത്തിലും ഞാൻ പറഞ്ഞത്, ഇപ്പം മൗണ്ടനറിങ് ആകട്ടെ, ഈ പറയുന്ന നമ്മുടെ ഏത് കളികൾ, ഞാൻ പറഞ്ഞ സ്പോർട്സുമായി ബന്ധപ്പെട്ട് സ്കേറ്റിങ് എല്ലാം. സ്കൂളുകൾ സ്കേറ്റിംഗ് വാസ് ആൻ എക്സ്പെർട്ട് സ്കേറ്റിംഗ് സമയത്ത്. പക്ഷെ ഇപ്പം ചെയ്യാൻ പറ്റുമോ നോക്കി, ഇനി പുതുനാളായി ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം ഞാൻ പറഞ്ഞ സ്കേറ്റിങ്, ഈ പറഞ്ഞ പോലെ എല്ലാ ഈ കളികളും ഒരു ആവറേജ് പ്ലെയർ. പൊളിറ്റീഷ്യന്റെ ഭാര്യയാവുന്നതേ കുറച്ച് റിസ്ക് ഉള്ള കാര്യമല്ലേ? കാരണം നിങ്ങളിപ്പോൾ ഒരു വില കൂടിയ കാറ് വാങ്ങിച്ചാലോ, കുറച്ചധികം ജ്വല്ലറി ഇട്ടിട്ട് ഒരു സ്ഥലത്തേക്ക് നിങ്ങളെ സ്വയം പ്രസന്റ് ചെയ്താലൊക്കെ വിമർശനങ്ങൾ ജോ പൊളിറ്റീഷ്യൻ ആണോന്ന് ചോദിച്ചാൽ കല്യാണം കഴിച്ച ടൈമില് ജോ പൊളിറ്റിക്സിലല്ലായിരുന്നു. പക്ഷെ അന്ന് അച്ചാച്ചനെ അതുപോലെ സപ്പോർട്ട് ചെയ്യുകയും, അതുപോലെ ജോ അച്ചാച്ചന്റെ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുകയും, ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഓരോ ഇലക്ഷന് അച്ചാച്ചൻ ഫീൽഡിലാണെങ്കിൽ ജോ ഇവിടെ ഇരുന്ന് ബാക്കപ്പ് വർക്ക് ആയിരുന്നു ഇവിടെ. പക്ഷെ പൊളിറ്റിക്സിൽ വരുന്നതിന് മുമ്പാ.
ഇൻഫാക്ട് ജോ പൊളിറ്റിക്സിലായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നില്ല എൻ്റെ പേരൻസ് എന്നെ ഞങ്ങൾ കല്യാണം കഴിച്ചതന്നെ. അന്ന് അങ്ങനെ ഒരു ഇതായിരുന്നു, ജോ ഇറങ്ങത്തില്ലല്ലോ അങ്ങനെ എന്നുള്ള രീതിയിലായിരുന്നു. എന്നെ കണ്ടപ്പോൾ മനസ്സിലായില്ല ഇറങ്ങുന്ന ആളല്ലെന്ന. ഏതായാലും ഞങ്ങളുടേത് ഞാൻ പറഞ്ഞ എൻ്റെ രീതിയിൽ അത് അറേഞ്ച്ഡ് ആയിരുന്നു. എൻ്റെ അപ്പാപ്പനെല്ലാം അന്വേഷിച്ചു എല്ലാം കണ്ടിട്ടാണ് നമ്മൾ കല്യാണം ആയിട്ട് മുമ്പോട്ട് പോയത്. അപ്പം പിന്നെ മുമ്പ് ചോദിച്ചില്ലേ വിലയുള്ള കാറുകൾ എന്നാന്നുള്ള, ഞാൻ ഉപയോഗിക്കുന്ന എല്ലാം എപ്പോഴും ഒന്നല്ലെങ്കിൽ ജോയുടെ പഴയത് അല്ലെങ്കിൽ അച്ചാച്ചന്റെ പഴയ ഫോണും കാറും എല്ലാം അങ്ങനെ പഴയത് ഞാൻ ഉപയോഗിക്കും. സെക്കൻഡ് ഹാൻഡ് ഫോണാണ് ഉപയോഗിക്കൊണ്ടിരിക്കുന്നത്. ജോയുടെ സെക്കൻഡ് ഹാൻഡ് കാറാണ്. ഞാൻ വിലയുള്ള ഒരു പേന കൊടുത്താലും മനസ്സിലാവുകയല്ലോ വിലയുള്ളതാണ്. കാരണം പിന്നെ നമ്മൾ ബേസിക്കലി ഞാനൊരു ഐ എം നോട്ട് ഒരു ബ്രാൻഡ് കോൺഷ്യസ് പേഴ്സൺ അല്ല. നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ ഇത്രേ പറയത്തുള്ളൂ, ജോ ഞാനൊരു വണ്ടി ഉപയോഗിക്കുമ്പോൾ ഞാനിങ്ങനെ വഴി കൂടെ പോകുന്നവർക്കൊക്കെ ലിഫ്റ്റ് കൊടുക്കും. അപ്പം ഞാൻ പറയും എപ്പോഴും ഞാൻ ഓടിക്കുന്ന വണ്ടിയിൽ കുറെ പേർക്ക് കയറാൻ പറ്റുന്ന രീതിയിലുള്ള വണ്ടി ആയിരിക്കണം അങ്ങനെയൊക്കെ. അപ്പൊ ജോ പറയും ചുരുക്കത്തിൽ പറഞ്ഞാൽ അത് ഇച്ചിരി വലിയ വണ്ടിയാണ്. ഞാൻ പറഞ്ഞ അതൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ ഒത്തിരി പേർക്ക് ഇരിക്കാൻ പറ്റണം അങ്ങനെയുള്ള രീതിയിലാണ്. പിന്നെ പെട്ടി സാധനങ്ങൾ ഞാൻ ഒത്തിരി എൻ്റെ സോഷ്യൽ വർക്കാണ്, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ സാധനങ്ങൾ. അല്ല, ആ വണ്ടി എന്ന് പറയുന്നത് എല്ലാ സാധനങ്ങളും കാണും. ആൾക്കാർ വഴി പോകുമ്പോൾ കയറ്റും, അതിനകത്ത് ആടിന്റെ ഭക്ഷണം കേട്ടും, ഈ പറയുന്ന മത്തി മീൻ കയറ്റും, ഇതിന്റെ ഇടയ്ക്ക് പട്ടിയെ പ്രസവിപ്പിക്കുന്നത് പോലും ചിലപ്പോൾ ഒരു പട്ടി പ്രസവിച്ചു. അതിൽ 11 പിള്ളേരുണ്ടായാലും 8 പിള്ളേർ വണ്ടിൻ്റെ അകത്ത് 8 പട്ടിക്കുട്ടികളുണ്ടായത് വണ്ടിയിലായിരുന്നു. ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയിരുന്നു. കാരണം അത് ഇച്ചിരി ഒരു ഇതായിട്ട് തോന്നി, പ്രസവം ഇതായിട്ട് തോന്നി. അല്ല, അപ്പൊ എന്റെ കാറ് കയറുമ്പോ എല്ലാവർക്കും ഒരു ഇച്ചിരി ഒരു ഇതുണ്ട്. പിന്നെ പല രീതിയിൽ ആ കാറ് ഒരു ബ്ലെസ്ഡ് കാറാണ്. അതുകൊണ്ട് കാറും പേനായും ഉടുപ്പും ഒന്നും ഏതാണെന്ന് എന്താണെന്നൊന്നും നോക്കാറില്ല. അലിഗേഷൻസ് ഉണ്ടാവുമല്ലോ സോഷ്യൽ മീഡിയയിൽ, ഒരുപാട് ആരോപണങ്ങൾ, ട്രോളുകൾ ഒക്കെ ഉണ്ടാവുമല്ലോ. അത് നമ്മുടെ ഫോണിൽ ഫീഡായിട്ട് വരുമ്പോ എങ്ങനെ അതിനെ ഉൾക്കൊള്ളുക? ജോനൊരു വലിയ ഭാഗ്യമുണ്ട്, ജോ ഇതൊന്നും കാണാറില്ല. കാണുന്ന മുഴുവൻ ഞാനും മക്കളും കൂടുതലും. തീർച്ചയായിട്ടും ആദ്യമൊക്കെ ഇതൊക്കെ കാണുമ്പം, ആദ്യത്തെ കാലത്തൊക്കെ ഞങ്ങൾ കോട്ടയത്തായിരുന്നപ്പോൾ ജോ MP ആയിരുന്നപ്പോൾ അന്നൊക്കെ വരുമ്പോഴൊക്കെ ഒത്തിരി വിഷമം ഉണ്ടായിരുന്നു, ശരിക്കും വിഷമം വരുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറേയും കൂടെ മുമ്പോട്ട് പോയി അച്ചാച്ചൻ മരിച്ചതിന് ശേഷം ആ സമയത്തൊക്കെ ഒത്തിരി ഞങ്ങൾക്കെതിരെ, എന്നെ പേഴ്സണലി, ജോനെ പേഴ്സണലി, ഫാമിലിനെ പേഴ്സണലി പലതും ഉണ്ടായിട്ടുണ്ട്. എന്താണെന്നൊന്നും പറയുന്നത് എല്ലാവർക്കും അറിയാം എന്തൊക്കെയായിരുന്നു. അന്നൊക്കെ ഒത്തിരി വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ അതിന് ശേഷം എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ ഉരുക്കിയെടുക്കുമായിരുന്നു ദൈവം. ഈ ഓരോ ആലിഗേഷൻസും ഓരോന്നും പറയുന്നത് നമുക്ക് സത്യം അറിയാം, വി നോ, നമ്മുടെ കോൺഷ്യസ് ക്ലിയർ ആണ്. എനിക്ക് ജോസിനെ അറിയാം, എനിക്ക് അച്ചാച്ചനെ അറിയാം. ഞങ്ങൾക്ക് അറിയുന്ന പോലെ വേറെ ആർക്കും അറിയത്തില്ലല്ലോ. പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് അറിയുന്ന അത്രയും നമുക്കറിയത്തില്ല. നമ്മൾ അറിയുന്ന അത്രയും പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് അറിയത്തില്ല. അത്രയും ക്ലോസ് ആയിട്ടാണ് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ആദ്യമൊക്കെ സങ്കടം തോന്നുമായിരുന്നു, വിഷമം തോന്നും, കരഞ്ഞിട്ടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ടൈം ഈസ് എ ഹീലർ. ടൈം നമ്മളെ എന്നാ പറയാ ഉരുക്കി നമ്മളെ മോൾഡ് ചെയ്ത് ഇപ്പം ആരെന്ത് പറഞ്ഞാലും ഒന്നും കേൾക്കത്തില്ല. ഇൻഫാക്ട് ഞാനൊരു കാര്യം പറയാറുണ്ട് എല്ലാവരുടെ അടുത്തും, ഞാൻ ഐ എം എ ക്യാൻസർ സർവൈവർ. അപ്പം എനിക്ക് ക്യാൻസർ വന്നപ്പം പലരും ചോദിച്ചു, അയ്യോ ക്യാൻസർ വന്നപ്പം ഭയങ്കര ബുദ്ധിമുട്ടായില്ലേ? ഞാൻ പറഞ്ഞു, അതിനേലും വലിയ ക്യാൻസറിൽ കൂടിയാണ് ഞാൻ പോയത്. ആൾക്കാർ നമ്മളെ ഇട്ട് ഇങ്ങനെ ഓരോന്നും പറഞ്ഞു, ദാറ്റ് വാസ് വെരി ബാഡ്. ക്യാൻസർ ഒന്നും അല്ലായിരുന്നു. അത് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. അപ്പം ഇന്നിപ്പം ഐ എം എ സ്ട്രോങ് വുമൺ, താങ്ക്സ് ടു ജോയുടെ സപ്പോർട്ട്, ഒരു കണക്കിന് പക്ഷെ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. എനിക്കറിയത്തില്ല എന്തിനാ ഇപ്പം ആൾക്കാർ ഈ വ്യക്തിഹത്യ ചെയ്യുന്നത്. ഭയങ്കര മോശമാണ്, ഭയങ്കര മോശമായിട്ട്. നമ്മൾ ചിലപ്പം വിചാരിക്കും ജോനെ കുറിച്ച് തന്നെയാണോ ഈ പറയുന്നത്. നമ്മൾ പുറത്തുനിന്ന് ഓരോരുത്തരും പറയുന്നത് കേൾക്കുമ്പോൾ, ഓ ഞങ്ങൾ അങ്ങ് ജോസ്കി വാങ്ങി അങ്ങനെ ഓണോന്നും പറയും. പക്ഷെ ആ ആളല്ല ശരിക്കും ഈ മനുഷ്യർ ഞാൻ ഇത്രേ പറയത്തുള്ളൂ, നിങ്ങളൊന്ന് വന്ന് മീറ്റ് ചെയ്യുക, സംസാരിക്കുക. നിങ്ങളൊന്ന് വീട്ടിൽ വാ, മീറ്റ് ചെയ്യുക, സംസാരിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പറയാനുള്ളത് പറ. അത് ചിലർക്കൊക്കെ സന്തോഷം വരും, അങ്ങനത്തെ ഭാഷകളിലും അവരുടെ സന്തോഷത്തിന് വിട്ടേക്കുക. ജോ ഭയങ്കര അൺഎഫക്റ്റഡ്. അച്ചാച്ചൻ ഇതുപോലെ തന്നെയാണ്, ഭയങ്കര അൺഎഫക്റ്റഡ് ആയിരുന്നു. ഓരോരുത്തർ എന്തെങ്കിലും പറഞ്ഞോട്ടെ. ഞാൻ അച്ചാച്ചൻ്റെ പഠിച്ചതാണ്. അതുകൊണ്ട് അവരുടെ എയിം എന്നാ നമ്മളെ മോറലി ഈ പറയുന്ന അങ്ങോട്ട് ഭയങ്കരമായി ഡൗൺ ആക്കുക എന്നുള്ളതാണല്ലോ. പക്ഷെ നമ്മൾ ഡൗൺ ആകുന്നില്ലെങ്കിൽ അവരെന്നെ പറഞ്ഞൊരു കാര്യം
ഒരു കാര്യമില്ല. അതുകൊണ്ട് അവർക്ക് കിട്ടുന്ന സന്തോഷത്തിൽ കിട്ടിപ്പോട്ടെ, നന്നാകട്ടെ. വലിയൊരു ഫോട്ടോ കളക്ഷൻ പോലെ ഉണ്ട് ഇവിടെ. ജീവിതത്തിൽ പല പ്രധാനപ്പെട്ട നിമിഷങ്ങളും ഉണ്ട്. ഇതെന്താ ശരിക്കും? ഇത് പോപ്പിനെ നേരിട്ട് കാണുന്നതാണോ? ഇത് ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഇത് ഇടയില്ലാത്തതുകൊണ്ട് ശകലം മാത്രം വെച്ചിട്ടേ ഉള്ളൂ. ചാച്ചൻ്റെ ഉണ്ട്, അതുപോലൊപ്പം തന്നെ എൻ്റേതുണ്ട്. അപ്പം കൂടുതലും ചാച്ചനുമായിട്ടൊക്കെ നിൽക്കുന്ന ഫോട്ടോകളാണ് ഇവിടെ ഞാൻ വെച്ചത്. അതുപോലെ തന്നെ എൻ്റെ ബുക്കുകളുണ്ട്. അതുകൂടാതെ അവിടെയുള്ളത് ഈ പറഞ്ഞ ചാച്ചനെ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര ഒരു ആത്മബന്ധ ലോ ആയിട്ട് ബന്ധപ്പെട്ട്. ചാച്ചന് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയില്ലായിരുന്നു ഞാനൊരു ജഡ്ജാവും, സുപ്രീം കോടതി പോവും, ചീഫ് ജസ്റ്റിസ് ആവും എന്നൊക്കെ ഉള്ളതായിരുന്നു സ്വന്തം. അതെങ്കിലും ആയനായിരുന്നായിരിക്കും. പക്ഷെ ഇത് പിന്നെ ഫോട്ടോ എന്ന് പറയുന്നത് ഞാൻ റോമിൽ പോയപ്പോൾ പോപ്പിനെ കണ്ട് ആണ്. ഞാൻ കഴിഞ്ഞ ഫ്രാൻസിസ് പോപ്പ് എനിക്കൊരു വലിയൊരു അനുഭവം ഉണ്ടായി അവിടെ തന്നെ. എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഫ്രാൻസിസ് പോപ്പിൻ്റെ സ്ഥാനാരോഹണത്തിന് ഡെലിഗേഷനായിട്ട് ഇന്ത്യയിൽ നിന്ന് 3 പേരാണ് പോയത്. ഞാൻ മന്ത്രി ഉണ്ടായിരുന്നു, ഞങ്ങൾ 2-3 പേര് MP-മാരും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ വറ്റിക്കാൻ സ്ക്വയറിലാണ് എന്ന് പറഞ്ഞാൽ ആ സെൻറ്റ് പീറ്റേഴ്സ് ചർച്ചിൻ്റെ പുറത്താണ് സാധാരണ നടക്കുന്നത്. അറിയാം, അവിടെ വലിയൊരു ഫോട്ടോ ഉണ്ടായിട്ടുള്ള ഫോട്ടോയിലാണ്. അപ്പോൾ 5 ലക്ഷം പേരോളം. അപ്പോൾ അവിടെ ഈ സ്ഥാനാരോപണം കഴിഞ്ഞിട്ട് പിതാവ് എന്ന് പറഞ്ഞാൽ ഹോളി ഫാദർ പോപ്പ് അകത്തേക്ക് കയറി ചർച്ചിനകത്തോട്ട് കെട്ടിട്ടുണ്ടകത്തോട്ട് കയറി സെൻറ്റ് പീറ്റേഴ്സിന്. അപ്പോൾ കുറച്ച് ആൾക്ക് അവിടെ ഒത്തിരി പേര് വന്നു. എന്ന് പറഞ്ഞാൽ സ്കാൻഡിനേവിയൻ കൺട്രീസുള്ള പ്രധാനമന്ത്രിമാർ, പ്രസിഡന്റുമാർ, അതോടൊപ്പം തന്നെ ആഫ്രിക്കൻ കൺട്രീസ്, യൂറോപ്പിലുള്ളത്, അർജന്റീന എന്നുള്ളത്, ഇങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിനകത്തൊരു 10-30 പേർക്ക് മാത്രം ഈ ഇതിനകത്തോട്ട് കയറിയിട്ട് പിതാവ് ഒന്ന് ഏറ്റവും മുമ്പിൽ ആ ഓൾട്ടറിൽ നിൽക്കും. എന്നിട്ട് എല്ലാവരും ഒന്ന് കണ്ട് ബ്ലസ് ചെയ്യും, അല്ലെങ്കിൽ ഒന്ന് തൊട്ടെങ്കിലും ബ്ലസ് ചെയ്ത് ഒന്ന് കുശലം പറഞ്ഞ് അങ്ങ് പോകും. അപ്പോൾ പിതാവ് ഇങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഈ മന്ത്രികയുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളോട് അറിയാമല്ലോ, ഞങ്ങളോട് ഇടയ്ക്കൂടെ ഒന്ന് കയറി അകത്തേക്ക് കയറാൻ പറ്റി. ഞാനും അവിടെ നിൽക്കുക. അപ്പം നോക്കുമ്പോൾ ഉണ്ട് കുറേ പേര് നിൽക്കുന്നു, ഓരോരുത്തർ കുറച്ച് നേരം എടുക്കും. അങ്ങനെ നിന്ന് പിതാവിൻ്റെ അടുത്തേക്ക് പോവാം. അപ്പോൾ പിതാവിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ എൻ്റെ മുമ്പിൽ നിന്നത് ആരാന്നൊന്നും നോക്കാം. എൻ്റെ മുമ്പിൽ നിന്നത് പിതാവിനെ കാണാൻ ഒരു 10 മിനിറ്റോളം വെയിറ്റ് ചെയ്ത് പതുക്കെ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുക. അത് നമ്മുടെ അന്നത്തെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജോ ബൈഡൻ ആയിരുന്നു. അവ ഇങ്ങനെ നിൽക്കുകയാണ് അതിനകത്ത്, ഇങ്ങനെ നിന്നുകൊണ്ട് അവിടെ ഇരുന്ന് ചെന്നു. പിന്നെ അദ്ദേഹം കണ്ടു, പോയി ബ്ലസ് ചെയ്തു. അപ്പം ഞാനും ചെന്നു കഴിഞ്ഞപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞു, ഒരു മിനിറ്റിൽ 1.5 മിനിറ്റിൽ കൂടെ അത്രയും പോലും കിട്ടത്തില്ല. ഉടനെ പറഞ്ഞു, ഐ ആം ഫ്രം ഇന്ത്യ, ഐ ആം ദ മെമ്പർ ഓഫ് ദി പാർലമെൻറ്റ്, ഐ ആം ഫ്രം കേരള. കേരളത്തിലാകുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ക്രൈസ്തവ സഭയുടെ ഒക്കെ അച്ഛന്മാരും അതോടൊപ്പം തന്നെ പിതാക്കന്മാരും ഒത്തിരി പേരുള്ള ഓരോ രാഷ്ട്രങ്ങളിലൊക്കെ ഉണ്ട് ഇന്ത്യയിൽ. അപ്പോൾ അവിടെ നിന്നുള്ള സ്ഥലത്താണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നെ ഇങ്ങനെ കൈകൊണ്ട് തൊട്ടുകൊണ്ട് ബ്ലസ് ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞു, പ്രേ ഫോർ മീ എന്നൊക്കെ പറഞ്ഞു. പ്ലീസ് ഡു പ്രേ ഫോർ മീ എന്നും പറഞ്ഞ് തിരിച്ച് എനിക്ക് വേണ്ടിയും കൂടെ താങ്കൾ എനിക്ക് പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ വളരെ എളിമയുള്ള ഒരു വ്യക്തിയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ കണ്ടപ്പോൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ റയർ ആയിട്ടുള്ള ഒരു പിക്ചർ. മദർ തെരേസ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അത് ചാച്ചനോടൊപ്പം അതിന് തൊട്ടടുത്ത് ശരി പിതാവും അതോടൊപ്പം തന്നെ തോമസ് ചാഴികാരനൊക്കെയാണ്. അതും വലിയൊരു അനുഭവമാണ്. കാരണം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇപ്പോഴുള്ള സെയിന്റിനോടൊപ്പം ഇരിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. ഇതെന്താ ഇങ്ങനെ ഈ ഒരു ഇത് നമ്മുടെ യേൽ യൂണിവേഴ്സിറ്റി ലോകത്തെ ഏറ്റവും വലിയൊരു യൂണിവേഴ്സിറ്റി കനറ്റിക്കട്ടിലാണ്, നമ്മുടെ ന്യൂയോർക്കിനടുത്ത കനറ്റിക്കട്ടിലാണ്. അപ്പം ഞങ്ങൾ കുറച്ച് MP-മാർ അവിടെ ഒരു 10 ദിവസത്തെ ക്ലാസ്സിന് പോയി. അപ്പം എനിക്ക് ജസ്റ്റ് ഒന്ന് MP ആയി കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒന്ന് പോകാനൊരു അവസരം കിട്ടി. അപ്പം അതിനകത്ത് ഏറ്റവും സീനിയറായിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ഈ കാണുന്നത്. നമുക്കറിയാം, സച്ചിൻ പൈലറ്റ്, പീയൂഷ് ഗോയൽ, രാജീവ് റൂഡി, മനീഷ് തിവാരി, ഇങ്ങനെ എല്ലാവരും ഉണ്ട്. ഇത് സുപ്രിയ സുലെ, അതുപോലെ തന്നെ BJP ഉള്ള ഇപ്പോഴത്തെ ബീഹാറിൻ്റെ PCC പ്രസിഡന്റ്, ഇങ്ങനെയുള്ള വൺ ടീമിന്റെ ഇടയ്ക്കാണ് ചെറുതായിട്ട് ഞാൻ ചെറിയ മനുഷ്യനോട് പ്രോഗ്രാമുകളൊക്കെ പോകുമ്പോൾ നിങ്ങൾ രാഷ്ട്രീയം മറക്കും. അവിടെ രാഷ്ട്രീയമില്ല, പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്നും ഇല്ല. അന്ന് UPA-യുടെ കാലത്താണെന്ന് പോയത്. അവിടുത്തെ അംബാസഡറാണ് നിൽക്കുന്നത്. അപ്പം ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഈ ഒരുപാട് പുസ്തക കളക്ഷൻ ഉണ്ടല്ലോ, അതിലേറ്റവും പ്രധാനമായിട്ട് തോന്നുന്നത് പലപ്പോഴും സ്പിരിച്വൽ ആണ്. അപ്പൊ അത് മതത്തിനൊക്കെ അപ്പുറത്ത് ഇപ്പൊ
സ്പിരിച്വൽ ആയിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ഇപ്പൊ ചാവറേശൻ എഴുതിയ പുസ്തകങ്ങളുണ്ട്, വിവേകാനന്ദൻ എഴുതിയ പുസ്തകങ്ങളുണ്ട്. അതെ, അതൊരു സോഷ്യൽ റിഫോമർ ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഞാനൊരു എപ്പോഴും ഒരു സ്പിരിച്വലി എപ്പോഴും എനിക്ക് ഒരു ഇപ്പം നമ്മുടെ ഏതാണോ വിശ്വാസം ആ വിശ്വാസം അനുസരിച്ച് എപ്പോഴും പോകുന്ന ഒരുപാട് പ്രാർത്ഥിക്കുന്ന ആളാണ്. പ്രാർത്ഥിക്കുന്നതല്ല. ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാ ഒരു 4 മാസം തോറും വേളാങ്കണ്ണി പോകും. എല്ലാ പെരുന്നാളിനും സെപ്റ്റംബർ 8-ാം തീയതി അവിടെ പോകും. അതൊരു 10-20,000 പേരുണ്ട് അവിടെ കൂട്ടത്തിലിരുന്ന് നടന്ന് അങ്ങ് പോകും. അപ്പോൾ അത് ഇങ്ങനെ ഓരോരുത്തരുടെ വിശ്വാസം അനുസരിച്ച് നമ്മൾ മാണി സാറും പോപ്പിനെ കണ്ട അതെ അതെ ഉണ്ട്. ഞാനൊരു എനിക്ക് അനുഗ്രഹം കൊണ്ട് ചാവറ പിതാവിൻ്റെ അതിൻ്റെ സെയിൻ്റായിട്ട് ഡിക്ലെയർ ചെയ്യുന്നതിനും പോകാൻ പറ്റി. അതോടൊപ്പം തന്നെ മദർ തെരേസയുടെ എനിക്ക് പോകാൻ പറ്റി. 2 ചിഹ്നമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. 2 ചിഹ്നമൊക്കെ ഇങ്ങനെ ഓരോരുത്തർ വന്ന് തരുന്നതാ. എപ്പോഴും ഞാൻ സംസാരിക്കുന്നതിൽ എനിക്ക് വളരെ ശ്രദ്ധ തോന്നിയിട്ടുള്ളൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, സ്വന്തം അച്ഛനായ കെ.എം. മാണിയെ അഭിസംബോധന ചെയ്യുക മാണി സർ എന്ന് പറഞ്ഞാണ്. ഞങ്ങളത് അഭിസംബോധന ചെയ്യുന്നതിലെ യുക്തി എനിക്ക് മനസ്സിലാവും. പക്ഷെ മകനായിട്ടും അങ്ങനെ അഭിസംബോധന ചെയ്യുന്നത് ആ ഐഡിയ അല്ലെങ്കിൽ ആ പ്രാക്ടീസ് എവിടെ നിന്നാണ് തുടങ്ങുന്നത്? ഇതൊക്കെ അത് വലിയൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യമാണ്. എനിക്ക് എപ്പോഴും ഇഷ്ടം മാണി സാർ എന്ന് പറയുന്നതോ കെ.എം. മാണി സാർ എന്ന് പറയുന്നതോ അല്ല കെ.എം. മാണി എന്ന് പറയുന്നതിനേക്കാൾ ഇഷ്ടം അച്ചാച്ചൻ എന്ന് പറയുന്നതാണ്. അപ്പോൾ വീട്ടിനകത്ത് നമ്മളെപ്പോഴും അച്ചാച്ചനെ വിളിക്കാറുള്ളൂ. അച്ചാച്ചൻ ഇപ്പം ആരോടും സംസാരിക്കുമ്പോൾ അച്ചാച്ചൻ എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ പുറത്തേക്ക് പോയി കഴിയുമ്പോൾ അവിടെ ഒരു കാര്യമുള്ളത് എന്നാന്ന് വെച്ചാൽ, നമ്മൾ എപ്പോഴും ജനങ്ങൾ യൂസ് ചെയ്ത ഒരു വാക്കുണ്ടല്ലോ, അതാണല്ലോ അവരുമായിട്ടൊരു അസോസിയേറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പമുള്ളത്. ഒരാൾ ചിലപ്പം പെറ്റ് നെയിമായിട്ട് ചില രാഷ്ട്രീയ നേതാക്കന്മാർ ചിലപ്പോൾ പെറ്റ് നെയിം കാണും. ഇപ്പം തോമസ് ചാഴി കാണുന്നത് ഉദാഹരണത്തിന് പറയാം, ടോമി എന്ന് പറയാറുണ്ട്, ടോമി ചേട്ടൻ എന്ന് പറയാറുണ്ട്. അതും വീടുകളിനകത്താണ്. പക്ഷെ എന്ന് പറഞ്ഞതുപോലെ ഒരു അസോസിയേറ്റ് ചെയ്യുന്ന എല്ലാവരും, അതായത് ഏറ്റവും കൂടുതൽ പ്രായമുള്ളവരും പ്രായമില്ലാത്തവരും മണിസാറെന്നുള്ള ഇത്. എന്തിനാണ് KR നാരായണൻ അദ്ദേഹം പോലും പാലായി വരുമ്പോഴും പ്രസംഗിക്കുമ്പോഴും മാണിസാർ എന്ന് പറഞ്ഞ ആള് മണിസാറിനേക്കാളും സീനിയറായിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു അസോസിയേറ്റ് ചെയ്യാനായിട്ട് എളുപ്പമുണ്ട് എന്നുള്ളത് ഒന്ന്. 2, താങ്കൾ എന്ത് ചിന്തിക്കും? ഇപ്പം ഞാൻ ബഹുമാനപ്പെട്ട KM മാണി പറഞ്ഞ പോലെ എന്ന് പറയുമ്പം പലപ്പോഴും ഒരു മകനെ പോലെ കാണുന്നതാണ് ഞങ്ങളുടെ ഇവിടെയുള്ള നേതാക്കന്മാരെല്ലാം. കാരണം സീനിയറായിട്ടുള്ളവർ അവൻ്റെ ഒരു അഹങ്കാരം കണ്ടില്ലേ, അവൻ KM മാണി, അപ്പനെ കയറി KM മാണി, മറ്റുള്ളവർ പോലും മാണി സാറിനാണ് വിളിക്കുന്നത്, വളരെ സീനിയറായിട്ടുള്ളവർ എന്ന്. അപ്പം അതിൻ്റെ ഒരു ഇതുണ്ടല്ലോ. അപ്പം ഇതിൻ്റെ ഒരു വയാ മീഡിയ ആയിട്ട് ജനങ്ങളുമായി അസോസിയേറ്റ് ചെയ്യാനായിട്ട് മാത്രമാണ് മാണി സാറിനുള്ള ആ ഒരു പേരിൽ നമ്മൾ വിളിക്കുന്നത്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള സംശയം, സാധാരണ ഒരു യുവാവിന്, ഒരു ചെറുപ്പക്കാരനൊക്കെ ഉണ്ടാവേണ്ട ഒരു പ്രൈവസി ഉണ്ടല്ലോ. അയാളുടെ സ്കൂൾ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ കോളേജ് കാലഘട്ടത്തിലൊക്കെ അയാൾക്ക് വേണ്ട ഒരു പ്രൈവസി ഉണ്ട്. പ്രത്യേകിച്ച് ഇപ്പം പുറത്തിറങ്ങിയിട്ട് ഒരു സാധാരണ ചെറുപ്പക്കാരന് ഈ പാലയിലൊക്കെ ഇറങ്ങി നടക്കുന്നത് പോലെ ഒരു മുണ്ട് വളച്ചു കൂത്തി ഒരു 4 തല്ലുണ്ടാക്കാനോ ഒന്നും ശരിയായ കാര്യമെന്നല്ല ഞാൻ പറയുന്നത്. ചിലപ്പോൾ വേണമെങ്കിൽ അല്പം ഒന്ന് മദ്യപിക്കാനോ ഒന്ന് പുകവലിക്കാനോ ഒന്നും ചിലപ്പോൾ പക്ഷേ ജോസ് കെ മാണിക്ക് സാധിച്ചോളണമെന്നില്ല. കാരണം അവിടെ ഇമേജ് ഉണ്ട്, അച്ഛനുണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഗുഡ് വില്ലുണ്ട്. ഇതെപ്പോഴെങ്കിലും ഒരു പ്രഷറായി തോന്നിയിട്ടുണ്ടോ? അങ്ങനെയല്ല, പക്ഷേ ഒരു പലപ്പോഴും ഇപ്പോൾ എൻ്റെ പിതാവ് എങ്ങനെ നിൽക്കുന്നു, ഒരു മന്ത്രിയായിരുന്നൊക്കെ MLA ആകുമ്പോൾ ഇപ്പോൾ ഒരു സോഷ്യൽ ഒരു സ്ഥലത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുമല്ലോ, ഇന്നയാളിൻ്റെ ഇന്നയാളാണ്. നമുക്കത് കാണാനും കഴിയും. ഇപ്പോൾ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു പൊതുവായിട്ടുള്ള ഒരു ചടങ്ങിൽ ചെല്ലുമ്പോൾ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. അപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ നമ്മൾ സ്വാഭാവികമാണ്. ഇപ്പം നിങ്ങളെ ആരെങ്കിലും ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് ഇന്നയാളാണ് നമ്മൾ കോൺഷ്യസ് ആവും. അത് സ്വാഭാവികമാണ്. നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഒരു നാച്ചുറൽ സെൽഫിലേക്ക് ചിലപ്പോൾ പോകാൻ പറ്റാതെ വരുന്ന ഒരു സാഹചര്യമുണ്ട്. താങ്കൾ പറഞ്ഞത് ശരിയാ എന്ന് പറഞ്ഞ് നമ്മളെ മദ്യപിക്കാനോ പോകലിക്കുക എന്നുള്ളതല്ല. പക്ഷെ ഇപ്പോൾ ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന ഘട്ടത്തിൽ, അപ്പോൾ ഇവിടെ കുറച്ച് നാൾ പാലായിൽ തന്നെ പഠിച്ചിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഏർക്കാട് മോൺഫോർട്ട് സ്കൂളിലാണ് പഠിച്ചത്. പഠിക്കാൻ അവിടെ പോയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവിടെയുള്ള പ്രധാനപ്പെട്ട ഒരു അച്ഛൻ, അവിടുത്തെ ഒരു പ്രൊവിൻഷ്യൽ, ഇപ്പോൾ ഒഴൂർ വെളിയന്നൂരുകാരനായിരുന്നു അച്ഛന്. അച്ചാച്ചനുമായിട്ട് വലിയൊരു അടുപ്പം ഉണ്ടായിരുന്നു. അപ്പം പറഞ്ഞു, ജോമോൻ ഇവിടെ നിർത്തിയാൽ പോരാ, നല്ലോലെ പാടിപ്പിക്കണം, സ്മാർട്ടാക്കണം. അങ്ങനെ എനിക്ക് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇവിടുന്ന് വിടാനേ താല്പര്യമില്ലായിരുന്നു. പക്ഷെ എന്നെ ബലമായിട്ട് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ആക്കുകയോ ചെയ്ത് ആദ്യഘട്ടത്തിൽ. അത് കഴിഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ പറഞ്ഞ അവിടെ ചെല്ലുമ്പോഴും
അങ്ങോട്ട് പോകുന്നത് ഞാൻ ട്രെയിനിലാണ് പോകുന്നത്. പലപ്പോഴും പോകുമ്പോൾ ഹോളിഡേക്ക് വരുന്നതും പോകുന്നതും. അപ്പോൾ പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് ടിക്കറ്റ് കിട്ടിയില്ല എന്ന് വരും. ഒരിക്കലും KM മാണിയുടെ മകനാണോ, അന്നൊക്കെ മന്ത്രിയുടെ മകനാണോ എന്ന് പറയും ടിക്കറ്റ് എടുക്കാൻ പോലും പോയിട്ടില്ല. റിസർവേഷൻ കിട്ടാതെ ഞാൻ മിക്കവാറും ഉള്ള സ്ഥലത്ത് ഒരു 12ാം ക്ലാസ് വരെ അങ്ങോട്ട് പോകുമ്പോൾ ജനറൽ കമ്പാർട്ട്മെൻറ്റിലായിരുന്നു പോകുന്നത്. ജനറൽ കമ്പാർട്ട്മെൻറ്റ്, സത്യസന്ധമായ ജനറൽ കമ്പാർട്ട്മെൻറ്റ്, തിങ്ങിക്കേറി ഈ സൈഡിൽ ഇടയില്ലാതെ ജനറൽ കമ്പാർട്ട്മെൻറ്റ്. എൻ്റെ കൂടെ പഠിക്കുന്ന പിള്ളേരും ചിലപ്പോൾ കാണും, അതിനകത്ത് കാണും, ചിലപ്പോൾ ടിക്കറ്റ് കിട്ടാതെ. അപ്പോൾ പലപ്പോഴും പബ്ലിക്കായിട്ട് ഒരാൾ നോട്ട് ചെയ്തോ ഇങ്ങനെ ഇരിക്കുന്നു, അതെന്താ ഇങ്ങനെ, അപ്പനുമായിട്ട് അടിയായിട്ടാണോ കിട്ടാതെ പോയെന്ന് പോലെ ചിലപ്പോൾ ചോദിക്കാതെ പറയാൻ മടിയാണോ എന്ന്. അതല്ല, അപ്പം ഞാൻ പറഞ്ഞത് നമുക്ക് റിലാക്സ് ചെയ്ത് ചില സ്ഥലങ്ങളിൽ ചെല്ലണ്ട, അത് പറഞ്ഞത് ശരിയാണ്, റിലാക്സ് ചെയ്ത് ജോവിയലായിട്ടിരിക്കേണ്ട ചില സമയങ്ങളിൽ ചിലപ്പം നമ്മൾ കുറച്ചുകൂടെ അത് അവർ ഐഡൻറ്റിഫൈ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ചിലപ്പം നമ്മളൊരു കുറച്ചുകൂടെ കോൺഷ്യസ് ആവും. അതിനകത്തൊരു നാച്ചുറാലിറ്റി ചിലപ്പം വിട്ടുപോയെന്നിരിക്കും. അതൊരു മിസ്സിംഗ് ആയി തോന്നിയിട്ടുണ്ടോ? മിസ്സിങ് അല്ല, ചിലപ്പം നമ്മളെ ഒരു പെർഫെക്ഷനിലേക്ക് കൊണ്ടുപോകാനായിട്ട് ചിലപ്പോൾ സഹായിച്ചെന്നും വരാം. ചിലപ്പോൾ ഒരു മിസ്സിങ് ആകാം, ചിലപ്പോൾ പെർഫെക്ഷനിലേക്ക് കൊണ്ടുപോകാനായിട്ട്. ഇപ്പം നമ്മൾ സിനിമാ തിയേറ്ററിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് നല്ല സമയം നമുക്ക് വിസിലടിക്കണമെന്ന് തോന്നുമായിരിക്കും, പക്ഷേ വിസിലടിക്കാൻ പറ്റുമോ ഇല്ല. അപ്പോൾ അങ്ങനെ ചില തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അത് ശരിയാണത്. അതുകൊണ്ട് തന്നെ നമ്മളെ പെട്ടെന്ന് ക്രിട്ടിസൈസും ചെയ്യും. അതങ്ങനെ പോയി ചിലപ്പോൾ നമ്മളൊരു കീറി ഷർട്ടിട്ടുകൊണ്ട് പോയി, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ഓവർ കോൺഷ്യസ് ഉണ്ട്. അത് താങ്കൾ പറഞ്ഞ ഓവർ കോൺഷ്യസ് വരുമ്പോൾ തീർച്ചയായും റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. ആ റെസ്ട്രിക്ഷൻസ് തീർച്ചയായിട്ടും ഒരു ലിമിറ്റേഷനാണ്. ജെന്റിൽമാൻ പൊളിറ്റിക്സ് എന്നൊരു വിധമുണ്ടല്ലോ. അപ്പോൾ ജോസ് കെ മാണി എന്നുള്ള പേര് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്നൊരു ഇമേജ് ഉണ്ട്. കട്ടിമീശയായി ഈരി വെച്ച് മുടിയുമായിട്ട് സുന്ദരനായ അലക്കി തേച്ച ഷർട്ടും മുണ്ടുമൊക്കെ ഇട്ടിട്ട് വളരെ നീറ്റായ ഒരു മനുഷ്യൻ. സംസാരത്തിലും ആ ഒരു നീറ്റ്നെസ് ഉണ്ട്, ഉപയോഗിക്കുന്ന വാക്കുകളിൽ പ്രതിപക്ഷ ബഹുമാനമുണ്ട്. കുറച്ചധികം മര്യാദ കൂടിപ്പോയോ? എനിക്ക് കട്ടി അത്ര മീശയുണ്ടെന്ന് എനിക്കറിയില്ല. ഒന്ന്, ഞാൻ എപ്പോഴും ഒരു രാഷ്ട്രീയ കുടുംബം ആണ്, ഒരു തറവാടാണ്. അപ്പോൾ പ്രത്യേകിച്ച് വാച്ച് ചെയ്തും കണ്ടിട്ടുള്ളതും അച്ചാച്ചനെ ഞാൻ കണ്ടിട്ടുള്ളൂ. അവിടെ എപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് അസംബ്ലിക്കകത്ത് രൂക്ഷമായ വളരെ പവർഫുള്ളുള്ള ലാംഗ്വേജ് ഉപയോഗിച്ച്, എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ അവിടെ നിലപാടെടുത്തുകൊണ്ട് ചിലപ്പോൾ സംസാരിക്കും. അവിടെ എപ്പോഴും ഒരു ലൈനുണ്ട്. നമ്മുടെ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ, ഇടപെടലുകൾ സംസാരിക്കും. കേട്ട് നോക്കി, ഇത്രയും 55 വർഷമായിട്ട് എവിടെയെങ്കിലും ആ ലൈൻ വിട്ട് ആരെയെങ്കിലും പേഴ്സണലായിട്ട് ആക്ഷേപിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ചില സമയത്ത് അത്രയും വലിയ രാഷ്ട്രീയ ശത്രുവായിരിക്കാം, ഏറ്റവും നമ്മളെപ്പറ്റി മോശം പറഞ്ഞു. എന്തിനാണ് എൻ്റെ ചാച്ചനെ പറ്റി പറഞ്ഞതും, മക്കളെ പറ്റി പറഞ്ഞതും, എന്നെപ്പറ്റി പറഞ്ഞതും, അതൊക്കെ ഒത്തിരി ഇൻസിഡൻസുകളുണ്ട് പല സ്ഥലത്തും ഒക്കെ ഇൻസിഡൻസ്. പക്ഷേ അന്ന് ഞാൻ ഓർക്കും, 2 എണ്ണം അങ്ങോട്ട് തിരിച്ചു പറയേണ്ടതല്ല, ഇങ്ങനെയാണോ എന്ന് ചിലപ്പം ഞാൻ ഓർക്കും. ചാച്ചൻ ഇച്ചിരി ഒന്ന് സ്ട്രോങ് ആയി പറയണ്ടേന്ന്. പക്ഷെ അവിടെയൊക്കെ ആ കൺട്രോൾ ചെയ്ത് കൃത്യമായ ഒരു ജെന്റിൽമാൻ ഞാൻ കണ്ടിട്ടുണ്ട്. അതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നത്തിങ് റോങ്, ഒരു ജെന്റിൽമാൻ ആകുന്നതിനൊന്നും കുഴപ്പമുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അതൊരു ഒരു അഡ്വാൻറ്റേജ് ആയിട്ടെടുത്ത് എന്ത് തോന്നിവാസവും പറയാം, എന്ത് ക്യാരക്ടർ അസാസിനേഷൻ നടത്താം എന്നുള്ള രീതിയിലേക്കൊക്കെ ചിലപ്പോൾ സമൂഹം പോകുന്നുണ്ട്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരാളെയും ഹേർട്ട് ചെയ്യാൻ, എൻ്റെ ശത്രുവാണെന്ന് ഹേർട്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നയാളല്ല. ഈ ഹേർട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് എന്നെ ഒരാൾ ഹേർട്ട് ചെയ്ത് എനിക്ക് മനസ്സിൽ ഒറ്റൊരു വിഷമം ഉണ്ടാവും, ഞാൻ സംശയമൊന്നുമില്ല. ഹേർട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും മോശമായിട്ട് സംസാരിക്കുന്നില്ല, അതിന് അപ്പുറത്തേക്കുള്ള കാര്യങ്ങളുണ്ട്. അതെന്ന് പറഞ്ഞാൽ അസത്യമായ കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്, പേഴ്സണലായിട്ട് പറയുന്നത്, കുടുംബത്തിനെ പറ്റി പറയുന്നത്. പക്ഷേ അത് ഞാൻ എപ്പോഴും ചിന്തിക്കും, അവനും അതുപോലെ വരില്ലേ. അതുകൊണ്ട് ഞാൻ ഒരിക്കലും എൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിയോ, എത്രമാത്രം എൻ്റെ മോശമായിട്ട് എന്നെ പറ്റി പറഞ്ഞിട്ടുണ്ട് എനിക്കറിയാം ഈ പറയുന്ന. പക്ഷെ ഞാൻ ഒരിക്കലും തിരിച്ച് അവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലോ ഒരു ശത്രു മനോഭാവത്തോടു കൂടി ഒരാളെ നശിപ്പിക്കണമെന്നോ, അല്ലെങ്കിൽ അവനൊരു സഹായം ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ ആ ശത്രു ആയതുകൊണ്ട് ഞാൻ ചെയ്യില്ല എന്ന് ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ തോന്നിയിട്ടുമില്ല. അതൊക്കെ ഞാൻ പഠിച്ചത് അച്ചാച്ചൻ്റെ കയ്യിൽ നിന്ന്. ഏത് ശത്രുക്കളൊക്കെ ഈ അപ്പുറത്തെ ടൗണിൽ ഇരുന്ന് പബ്ലിക് മീറ്റിംഗ് തെരുവച്ചിട്ട് അന്നേരം ഇങ്ങോട്ട് കയറി സഹായം അച്ചാച്ചനറിയാം, പോട്ടെ ചെയ്യാം. അങ്ങനെയല്ലേ നമുക്ക് അവനെ എന്ന് പറഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ വ്യക്തിയെ നമുക്കൊന്ന് സ്വാധീനിക്കാൻ കഴിയൂ, നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയൂ. എല്ലാവർക്കും ഓരോരുത്തർക്കും ആ ഹൃദയം കൊടുക്കാൻ കഴിയണം എന്നുള്ളതാണ്. പറയുമ്പോൾ അത്ര ഈസി ആയിട്ട് തോന്നും, പക്ഷേ അത് ഈസി അല്ല. അപ്പോൾ അതാണ് നമ്മൾ. പക്ഷേ ഈ സോഷ്യൽ മീഡിയ ഒക്കെ എടുത്ത് നോക്കിയാൽ
ഒരു വളരെ ഡെലിബറേറ്റ് ആയിട്ട് എന്നെ മറ്റൊരു വ്യക്തിയാക്കി മാറ്റാനായിട്ടുള്ള ശ്രമങ്ങൾ എന്തേരെ നടക്കുന്നു, ഇപ്പോഴും നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ. ഇപ്പം താങ്കൾ കാണുന്ന ഇപ്പം ഞാനുമായിട്ട് നിങ്ങളുമായിട്ട് കുറച്ചൊക്കെ അടുപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആ കാണുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ തന്നെ പുറത്ത് കാണുന്നതും അകത്ത് കാണുന്നതും സെയിം ആണോ എന്നുള്ളത് ഈ സോഫ്റ്റ് സൈഡ് എന്താ കുറച്ചുകൂടി പോപ്പുലറൈസ് ചെയ്യപ്പെടേണ്ടത് സോഫ്റ്റ് സൈഡ് അല്ലേ? ഞാൻ ഒരിക്കലും ഞാൻ പറഞ്ഞില്ല, ഒരു കാര്യം ചെയ്യുമ്പോൾ എന്തെങ്കിലും അതുകൊണ്ട് നമുക്കൊരു പ്രയോജനം വരികയോ അല്ലെങ്കിൽ അതിൽ ഒരു പ്രചരണം നടത്തുകയോ അതെന്തെങ്കിലും ഒരു ബെനിഫിറ്റായിട്ട് എടുക്കാം. ഇത് ജെനുവൻലി എൻ്റെ ഹൃദയത്തിൽ നിന്നും എൻ്റെ ഹാർട്ടിൽ നിന്നും വരുന്ന, എന്നോട് എൻ്റെ പ്രവർത്തകർ വരുന്നുണ്ടോ, അവനെ അങ്ങനെ വെറുതെ വിട്ടാൽ പോരാ, അവൻ ഭയങ്കര തെമ്മാടിയാണ്, അവൻ ആ കുറ്റം ചെയ്തു, അവൻ ഒരു ക്രിമിനലാണ്, ഇപ്പോൾ വിളിച്ച് പോലീസിൽ പറയണം. ഞാൻ പറഞ്ഞത് നമ്മൾ അനാവശ്യമായിട്ട് അങ്ങനെ എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ചിലപ്പോൾ സ്വാധീനം അവിടെ കാണും, പറഞ്ഞാൽ ചിലപ്പോൾ അവർ കേൾക്കുമായിരിക്കാം, ചില കുറ്റങ്ങൾ ചെയ്തതായിരിക്കാം. പക്ഷെ അതൊക്കെ ഒരു അമിക്കബിളി തീർക്കാനുള്ളതുണ്ടാവും. പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങളിൽ പോലും അനാവശ്യമായി ഇടപെടുന്ന ഒരു കാര്യത്തിന് എനിക്കില്ല. അത് ജെനുവനായിട്ട് എൻ്റെ ഹൃദയത്തിൽ നിന്നും എൻ്റെ മനസ്സിൽ നിന്നും വരുന്ന, അതുകൊണ്ട് എനിക്കൊരു അഡ്വാൻറ്റേജ് പൊളിറ്റിക്കലായിട്ട് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് വേണ്ടെന്ന് വെക്കുന്ന ആളാണ് ഞാൻ. കാരണം അതൊന്നും ശാശ്വതമല്ല, അത് ഇച്ചിരി കഴിയുമ്പോൾ മാറിയും തിരിഞ്ഞും പറഞ്ഞും ഒക്കെ പോകും. ജോസ് കെ മാണി രാത്രി ഉറങ്ങുമ്പോൾ മദ്യം കഴിക്കുന്നേ ഇല്ല. അതുകൊണ്ട് തന്നെ ഏത് രാത്രി വിളിച്ചാലും ജോസ് കെ മാണി ഫോൺ എടുക്കുമെന്നൊരു വിശ്വാസമുണ്ട് ജനങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ രാത്രി ഒരുപാട് ഫോണുകൾ എടുത്തിട്ടുമുണ്ട്. ഞാൻ പറയുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പൊതുസമൂഹത്തിന് അധികം അറിയില്ല. അതായത് മദ്യം കഴിക്കില്ല എന്നുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്, എപ്പോഴും അവൈലബിൾ ആണ് എന്നുള്ളൊരു കാര്യം അറിയില്ല. ഇത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താ എത്തിക്കാത്ത സോഷ്യൽ മീഡിയയിൽ? അതെന്താ ശ്രദ്ധിക്കാത്ത? അതല്ല, ഞാനതാ പറഞ്ഞത്, ഈ വളരെ വ്യക്തമായ ഡെലിബറേറ്റ് ആയിട്ടുള്ള അതൊക്കെ നാച്ചുറലായിട്ട് വരേണ്ട ഒരു കാര്യമാണ്. നമ്മൾ എത്തിക്കുന്നുണ്ട്. നാച്ചുറൽ ആൾക്കാർ വരുമ്പോൾ, കാണുമ്പോൾ, ഇടപെടുമ്പോൾ, ആരെങ്കിലും ഇടപെട്ടിട്ട് ജോസ് കെ മാണി മോശമാണെന്ന് പറഞ്ഞ് ആരെങ്കിലും ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിന് ഈ അപ്പുറത്ത് നിൽക്കുന്നയാളും ചിലപ്പം സ്വീകരിച്ചില്ലായിരിക്കാം. പക്ഷേ എങ്കിൽ പോലും നിങ്ങളെടുത്ത് പരിശോധിക്കുക, ആരെങ്കിലും ഇടപെട്ടയാൾ ഇങ്ങനെ ജോസ് കെ മാണി ഇങ്ങനെ ഒരാളാണ് അല്ലെങ്കിൽ സുവിനെ സ്വീകരിച്ചില്ല എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ഞാൻ പറഞ്ഞ മനസ്സിലായി, ഇതൊക്കെ ഒരു എന്താണ് ഓരോരുത്തരും എക്സ്പീരിയൻസ് ചെയ്ത് പറയേണ്ട കാര്യമാണ്. പക്ഷേ അത് പറയുമ്പോൾ നമുക്ക് എത്രമാത്രം ആൾക്കാരെ, ഒരു വോട്ടർമാരെ അല്ലെങ്കിൽ കേരള സമൂഹത്തിൽ ആ 0.001% നമുക്ക് നേരിട്ട് കാണാൻ പറ്റുള്ളൂ അല്ലേ? ഏത് രാഷ്ട്രീയക്കാരനത് മുഖ്യമന്ത്രി ആയാലും അല്ലെങ്കിൽ അത്രയും പൊതുജനങ്ങളുണ്ട്. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ റീച്ച് വരുന്നതും അതിനേക്കാൾ കൂടുതൽ ഒരു പക്ഷേ പെട്ടെന്ന് ജനങ്ങളെ കൊണ്ട് എത്തിക്കാൻ പറ്റുന്നത് സോഷ്യൽ മീഡിയ. പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഒരാളെ, അത് ഈ പ്രൊഫഷനിൽ മാത്രമല്ല, ചില സിനിമാ പ്രൊഫഷനിൽ കാണും, ഡോക്ടേഴ്സിൻ്റെ പ്രൊഫഷനിൽ കാണും, ഇല്ലായ്മ ചെയ്യാൻ, പേഴ്സണൽ ക്യാരക്ടർ അസാസിനേഷൻ നടത്താൻ വ്യക്തമായി പണം കൊടുത്ത് കുറച്ച് പേരെ ഇരുത്തി ഇങ്ങനെ നിർത്തിക്കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും ആ നുണ പറഞ്ഞു വരുമ്പോൾ കുറച്ച് അത് സത്യമാണെന്ന് ജനങ്ങൾ ചിലപ്പോൾ തോന്നും. അത് അങ്ങനെ മാറി വരുന്ന സിറ്റുവേഷൻസ് പലപ്പോഴും ഉണ്ടാകും. ഞാൻ പറഞ്ഞാൽ അത് നമ്മളെപ്പറ്റി മാത്രമല്ല, കുടുംബത്തിനെ പറ്റി, മക്കളെപ്പറ്റി ഒക്കെ അതൊക്കെ വളരെ ഒരു മോശമായ ഒരു ഇതാണ്. അത് ചിലവർക്കത് വലിയൊരു ത്രില്ലായിട്ട് കാണും. അവനെ ഞാനൊന്ന് സൂപ്പാക്കി എന്നുള്ള രീതിയിൽ. അതിലൊക്കെ ഒരു മാറ്റം വേണം. ഏർക്കാടിലെ കുട്ടിക്കാലം, സ്കൂൾ കാലഘട്ടം അതെങ്ങനെയായിരുന്നു? ഏർക്കാടിലെ കുട്ടിക്കാലം ഇവിടുന്ന് സ്കൂളിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ആദ്യമേ ഒക്കെ പോകുമ്പോൾ വലിയ പ്രയാസമാണ്, ഇവിടുന്ന് വിട്ടുപോകാനുള്ള പ്രയാസം. പിന്നെ ഈ പറഞ്ഞ പോലെ ആൻസ്ലം അച്ഛൻ എന്നാണ് അച്ഛൻ്റെ പേര്. ഇവിടെ നമ്മുടെ അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ അദ്ദേഹം ആയിരുന്നു ആദ്യമേ ചെന്ന് പ്രൊവിൻഷ്യൽ ചെന്ന് കഴിഞ്ഞപ്പോൾ 2 ദിവസം മുമ്പേ ചെന്നു. അന്നേരം കുട്ടികളൊന്നും അവിടെ ഇല്ല. അത് കഴിഞ്ഞ് കുട്ടികളൊക്കെ വരാൻ തുടങ്ങണം. അപ്പോൾ തന്നെ ഹോം സിക്കായി, വിഷമമായി. പക്ഷേ കുറച്ച് നാൾ അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് എല്ലാം സുഹൃത്ത് ബന്ധുക്കളും വന്നു. പക്ഷെ നല്ലൊരു ഹോസ്റ്റൽ ഒരു അറ്റ്മോസ്ഫിയർ ആണല്ലോ, എല്ലാവരും ഹോസ്റ്റലിലാണ്. അപ്പം അവിടെ നിന്ന് പഠിക്കാനും ഒത്തിരി കാര്യങ്ങൾ, അത് പാഠപുസ്തകങ്ങൾ മാത്രമല്ല, കളികളും മറ്റതും എല്ലാം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും എല്ലാം പഠിക്കാനായിട്ടുള്ള ഒരു അവസരം കിട്ടി. നല്ലൊരു എൻജോയ് ചെയ്തിട്ടുണ്ട് അതിനകത്തുള്ളത് ഒരു ഹോസ്റ്റലിൽ. ബ്രൈറ്റ് സ്റ്റുഡന്റ്, ആവറേജ് സ്റ്റുഡന്റ്, ബാക്ക് ബെഞ്ചർ, എന്തായിരുന്നു ജോസ് കെ മാണി? ബാക്ക് ബെഞ്ചും അല്ല, ഫ്രണ്ട് ബെഞ്ചും അല്ല. പക്ഷെ എപ്പോഴും ഞാൻ അങ്ങനെ ഔട്ട്സ്റ്റാൻഡിങ് ആണെന്ന് പറയില്ല. പക്ഷെ നമുക്കിപ്പം ഏതെക്കാലം 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും ആണല്ലോ നമ്മൾ ഡിഗ്രി നോക്കുന്നത്. അതിലെല്ലാം ഡിസ്റ്റിങ്ഷനോടുകൂടി അന്നത്തെ കാലത്ത് നമുക്ക് പഠിച്ച് പാസ്സാകാൻ പറ്റിയിട്ടുണ്ട്. ഈ തമിഴ് സൂപ്പർ സ്റ്റാർ വിക്രം കൂടെ പഠിച്ച ആളല്ലേ ഏർക്കാട്? അതെ. അദ്ദേഹമായിട്ടുള്ള സൗഹൃദം, ഒരു അലുമിനിയം മീറ്റിനൊക്കെ ഒരുമിച്ച് പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ലേ? അതെ, ഞങ്ങൾ ഇടയ്ക്ക് കൂടാറുണ്ട്. വൺസ് ഒരു 6 മാസം തോറും അല്ലെങ്കിൽ വർഷത്തിൽ നിന്ന് കൂടാറുണ്ട്.
ഇപ്പോഴും ക്ലാസ്മേറ്റ്സാണ്, കോളേജിലുണ്ടായിരുന്നു. അതെല്ലാം ഒരു ആക്ടർ എന്നതിനപ്പുറം ഞങ്ങളൊരു സുഹൃത്ത് ബന്ധംഗമാണല്ലോ അതിനകത്ത് വരുന്നത്. അതിനകത്ത് ആ രീതിയിൽ ഇവരും എല്ലാവരും അങ്ങനെ തമിഴ് സ്ക്രിപ്റ്റ് എഴുതുന്ന ആൾക്കാരുണ്ട്, ഡയറക്ടേഴ്സ് ഉണ്ട്, ഇങ്ങനെ പല ആൾക്കാരും ഉണ്ട്. ഇവരൊക്കെ പക്ഷേ ഞങ്ങൾ കൂടുമ്പോൾ എല്ലാം ഒരേ രീതിയിലല്ലോ. ഇപ്പം ഞാനൊരു MP ആയിട്ട് ഒരിക്കലും അവരെന്നെ കാണാറുമില്ല, പൊളിറ്റീഷ്യനായിട്ടും കാണാറില്ല, ഞാനൊരു ആക്ടറായിട്ടും കാണാറില്ല അവിടെ. പക്ഷെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വലിയ ക്രൗഡ് പുള്ളും ഒക്കെ കാണും. പക്ഷേ ഇതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു പിരിഞ്ഞ് അല്ലെങ്കിൽ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിൽക്കും ഇതിനകത്ത്. യുവാക്കളുമായിട്ട് ചേർന്ന് ചിന്തിക്കുക അല്ലെങ്കിൽ യുവത്വത്തോടുകൂടി ചേർന്ന് പ്രവർത്തിക്കുക എന്നൊക്കെ പറയുമ്പോൾ വിക്കിപീഡിയ പ്രകാരം ജോസ് കെ മാണിക്ക് 60 വയസ്സാണ്. യുവത്വം എത്രമാത്രം ഉണ്ട്? ഫോർ എവർ യങ് ആണല്ലോ, അതുകൊണ്ട് അങ്ങനെയൊന്നും നമ്മൾ ആലോചിക്കുന്നില്ല. പ്രായം ആലോചിക്കുന്നില്ല. ഞാൻ ഒരിക്കലും എൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാറുമില്ല. നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടുള്ളൂ ഞാൻ ബർത്ത്ഡേക്ക് വല്ലവരും നിർബന്ധിച്ച് വല്ലയിടത്തും കൊണ്ട് വെച്ചാൽ ഇങ്ങനെ ഞാൻ കേക്ക് കട്ട് ചെയ്യാറുമില്ല. കാരണം ദാറ്റ് ഗോസ്, അതൊക്കെ ഒരു നമ്പറല്ലേ. എങ്ങനെ പോയി ദിവസം എത്ര സമയം അലോട്ട് ചെയ്യുന്നുണ്ട് വ്യായാമത്തിന്? ഈ ശീർഷാസനത്തിൽ ഒരു ഫോട്ടോ ഒക്കെ വൈറലായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി ചെയ്യണമെന്നുണ്ട്. ഞാനൊരു സാഹസികനാണ്. ഉള്ള സത്യം പറഞ്ഞാൽ ഞാൻ ഈ മൈൽഡാണെങ്കിലും എല്ലാം ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. എല്ലാം ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞാൽ യോഗയാണ്. യോഗ പിന്നെ ഞാൻ ഈ പറഞ്ഞ എല്ലാ തരത്തിലും ഇപ്പം ശ്രീ രവിശങ്കറിൻ്റെ ക്ലാസ്സുകൾക്ക് ആർട്ട് ഓഫ് ലിവിങ്ങിന് പോയിട്ടുണ്ട്, യോഗയുടെ ക്ലാസ്സിൽ പോയിട്ടുണ്ട്. ഇപ്പോൾ സ്കൂളിൽ പഠിച്ച് ഇപ്പം നിങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങളിപ്പോൾ ഫുട്ബോൾ, ഹോക്കി, ക്രിക്കറ്റ്, ടെന്നീസ്, ടേബിൾ ടെന്നീസ്, സ്ക്വാഷ്, ഈ പറഞ്ഞ ബില്ലിയാർഡ്സ്, ഏത് കളിയും ഔട്ട്സ്റ്റാൻഡിങ് ആയിരിക്കില്ല, പക്ഷെ ഞാൻ കളിക്കും. ഇപ്പോൾ മനസ്സിലായി. ഈവൻ ഈ പറഞ്ഞ ചീട്ട് കളിയും ക്യാരംസ് ഉൾപ്പെടെ, ചീട്ട് കളിയും ഞാൻ എക്സ്പെർട്ടാണ്. അപ്പോൾ ഏത് കളിയും, ബ്രിഡ്ജ് ഉൾപ്പെടെയുള്ള, 28 ഉൾപ്പെടെയുള്ള, റമ്മി ഉൾപ്പെടെയുള്ളത്. ഒരാൾ ചോദിച്ചിട്ട് എനിക്കുള്ളൊരു ഇതെന്ന് ചോദിച്ചാൽ ഒരു പിള്ളേരിരുന്ന് അല്ലെങ്കിൽ ആൾക്കാരിരുന്ന് കളിക്കുമ്പോൾ ഒരു കാഴ്ചക്കാരനായിട്ട് നിൽക്കാൻ എനിക്കിഷ്ടമില്ല. എനിക്കറിയാൻ മേലാത്തതുകൊണ്ട് ഒരു കാഴ്ചക്കാരനായിട്ട് നിൽക്കാൻ പാടില്ല, ഞാൻ കളിച്ചിരിക്കണം. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആദ്യത്തെ ഒരു ഇത് പറഞ്ഞ മനസ്സിലായത്. അപ്പോൾ എല്ലാ തരത്തിലും ഒരിതുണ്ട്. മൗണ്ടനറിങ് ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ കരാട്ട പഠിക്കാൻ പോയി, പക്ഷെ അത്രയും വലിയ ഇതായിട്ട് പാരാഗ്ലൈഡിങ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മൾ പുറത്ത് വിദേശത്ത് പോയപ്പോൾ ഞാനത് ചെയ്തിട്ടുണ്ട്. എല്ലാം അന്ന് ഇപ്പം നമുക്കറിയാം ഏജിങ്ങിനെ ഒരു കൺസ്ട്രെയിൻ്റ് ആയിട്ട് വരും. പക്ഷേ എങ്കിലും ആ ഘട്ടത്തിലൊക്കെ നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ചില കാര്യങ്ങൾ നമുക്ക് കൂടുതൽ ചെയ്യാൻ തോന്നും, അതാണ്. അപ്പം അതുകൊണ്ട് ഏത് കളിയും കളിക്കും, മഴയത്തുള്ള കളിയും കഴിക്കും. ഇപ്പം മഴയാണെങ്കിലും ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ ബേസ്ബോളോ എന്തെങ്കിലും ഫുട്ബോളോ ഒക്കെ കളിക്കാൻ പറ്റുന്ന കളികളൊക്കെ തന്നെ ഇതെല്ലാം കളിക്കും, ഏത് കളിയും കളിക്കും. ഇപ്പം എങ്ങനെയാ ഒരു ദിവസം എക്സസൈസിന് വേണ്ടി? ഇപ്പോഴുള്ള പ്രശ്നം ഇപ്പോൾ ശ്വാസം വിടാൻ നേരമില്ല എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ പറഞ്ഞ് യോഗ എന്നൊക്കെ കുറച്ച് ശ്വാസം പിടിക്കാൻ പറ്റില്ല. അപ്പോൾ ആൾക്കാർ പല സമയത്തും രാവിലെ വരും. അപ്പം കുറച്ച് പേരെ കാണും, പിന്നെ അകത്തേക്ക് കയറും, പിന്നെ കുറച്ച് പേര് കാണും, പിന്നെ ചിലപ്പോൾ കുളിക്കാൻ പോകണം, പത്രം വായിക്കാൻ പോകണം. അപ്പോൾ ഈ രാഷ്ട്രീയത്തിലൊരു വിഷയമുണ്ട്, നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് പോകാനുള്ള ഒരു പ്രശ്നം ഞാൻ കാണുന്നുണ്ട്. അത് വളരെ ഒരു പ്രയാസം. കാരണം ജനങ്ങൾ വരുമ്പോൾ, ആൾക്കാർ വരുമ്പം പ്രയോറിറ്റി അവർക്ക് കൊടുക്കണമല്ലോ. സ്വാഭാവികമായിട്ടും വരുന്നു, ബുദ്ധിമുട്ട് വരുന്നു ഒക്കെ വരുമ്പോൾ അവർക്ക് പ്രയോറിറ്റി കൊടുക്കേണ്ടതുണ്ട്. അപ്പം അങ്ങനെ പ്രയോറിറ്റി കൊടുക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ അകത്ത് കയറി ചെയ്യാൻ തുടങ്ങുമ്പോഴായിരിക്കും ഒരാൾ നമ്മൾ യോഗ ചെയ്യാനാണ്, അല്ലെങ്കിൽ വേറെ എക്സസൈസ് ചെയ്യാൻ തുടങ്ങുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ നടക്കാൻ പോകുമ്പോഴായിരിക്കും ഒരാൾ വരുമ്പോൾ നമുക്ക് കാണേണ്ടി വരും. അപ്പോൾ ഒരു സിസ്റ്റമാറ്റിക് ആകാനായിട്ട് വലിയൊരു അതിനകത്തൊരു പ്രയാസമുണ്ട്. അതുകൊണ്ട് ഇപ്പം അങ്ങനെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ പോകുന്നതിലൊരു സങ്കടമുണ്ട്. MBA കഴിഞ്ഞിട്ടുള്ള ജോലി സമയം അതെങ്ങനെയായിരുന്നു? ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് മുമ്പ് 2-3 കമ്പനികൾ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ MBA കഴിഞ്ഞിട്ട് എൻ്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഒരു ജോലിക്ക് പോകണം, ഒരു എക്സ്പീരിയൻസ് കിട്ടണം എന്നുള്ളതാണ്. അത് നമ്മൾ സ്വന്തമായിട്ട് കുറച്ച് പൈസ ഒക്കെ ഉണ്ടാകണം, അതിനകത്ത് സേവിങ് ഉണ്ടാകണം, സ്വന്തമായി കുറേ ഷെയറൊക്കെ മേടിക്കണം, ട്രേഡിങ് നടത്തണം. ഇതൊക്കെ നമ്മുടെ ഒരു സ്വപ്നമാണല്ലോ. അപ്പോൾ അങ്ങനെ നിന്ന് ഞാൻ ജോലി കിട്ടി. കുറച്ച് നാൾ ബോംബെയിലുണ്ടായിരുന്നു, കുറച്ച് നാൾ ബാംഗ്ലൂരിലുണ്ടായിരുന്നു, കുറച്ച് നാൾ ഞാൻ ട്രിവാൻഡ്രത്ത് വന്നു, ഞാനിവിടെ വന്നു. അപ്പം ആദ്യമേ MBA കഴിഞ്ഞ് ഞാനൊരു മൾട്ടിനാഷണൽ കമ്പനിയിലെ കൺസ്യൂമർ ഡ്യൂറബിൾസ് കമ്പനിയിലായിരുന്നു. അപ്പം കമ്പനി കഴിഞ്ഞപ്പം ഞാൻ ആദ്യമേ കൊമേഴ്ഷ്യൽ മേഖലയെന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, കൊമേഴ്ഷ്യൽ മേഖലയിലായിരുന്നു. അപ്പോൾ അവിടെ കുറേ നേരമൊക്കെ ഇരുന്നു, ഈ ബില്ലിങ് മറ്റേത് മറിച്ചതൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പം അവിടെ ഇരുന്ന് 2-3 മാസം കഴിഞ്ഞപ്പോൾ ആ മെയിൻ ആൾ എന്നെ വിളിച്ചോളൂ, നിങ്ങളുടെ ഫ്ലെയർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല, നിങ്ങൾ മാർക്കറ്റിങ്ങിലേക്ക് പോകും. ഞാൻ മാർക്കറ്റിംഗാണ് ഈ MBAക്ക് എടുത്തത്. അപ്പോൾ അത് എടുത്ത് കഴിഞ്ഞതിന് ശേഷം
ഈ പറഞ്ഞതിന് ശേഷം അവിടെ നിന്ന് കഴിയുമ്പോൾ ഞാൻ മാർക്കറ്റിംഗ് സെക്ഷനിലേക്ക് പോയി. അപ്പം വലിയ പ്രൊഫഷണൽ പ്രോഡക്ട്സ് ഒക്കെ ഒത്തിരി ഉണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഓർത്തു ഇനിയിപ്പം സാധാരണ രീതിയിൽ ഇതൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഓരോ സ്ഥാപനങ്ങളിൽ പോകണം, അത് ഓർഡർ. ഇപ്പം നമ്മൾ എന്താണെങ്കിലും മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് വിൽക്കുകയാണല്ലോ പ്രധാനമായി, നമ്മുടെ പ്രോഡക്ട്സ് വിൽക്കുക എന്തൊക്കെയാണെന്നുള്ളത്. ആ പ്രൊഫഷണൽ പ്രോഡക്റ്റ്സ് അന്നത്തെ കാലത്ത് ഓരോ പ്രോഡക്റ്റിനൊക്കെ 3-4 ലക്ഷം രൂപ 5 ലക്ഷം രൂപയൊക്കെ വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും അന്ന് എന്ന് പറഞ്ഞാൽ 10-30 വർഷക്കാലം മുമ്പാണ്. അപ്പം അതൊരു തീരുമാനം എടുക്കണം എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് എടുക്കുന്നത് മിക്കവാറും കമ്പനിയുടെ MD-യോ അല്ലെങ്കിൽ CEO ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇവരെയൊക്കെ കാണാൻ പോകണം. അവൾ എന്താ ചെയ്തതെന്നറിയാമോ? ആദ്യമേ ഈ കമ്പനിക്കാരൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, അവരുടെ പ്രോഡക്റ്റ് പോലെ കുറേ സഞ്ചി മേടിച്ച് തന്നു, ബാഗ്, സ്കൂൾ ബാഗ്. ഈ സ്കൂൾ ബാഗ് പോയി വീട്ടുകളിൽ പോയി വിൽക്കാൻ. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞത് ബാംഗ്ലൂരിലാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഓരോ കോളനിയിൽ പോകും. അപ്പോൾ ഇതിനകത്ത് എൻ്റെ ദൈവമേ, എനിക്ക് സ്കൂൾ ബാഗ് MBA കഴിഞ്ഞ് സ്കൂൾ ബാഗ് തന്നെ വിൽക്കാനായിട്ട് വിട്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് വലിയ സങ്കടം എന്താണെന്ന്. അപ്പം പിന്നെ ഞാൻ ചോദിച്ചാൽ ആദ്യമേ നമുക്ക് ഒത്തിരി ഹേർഡിൽസ് ഉണ്ട്. സ്കൂൾ ബാഗ് വിൽക്കാൻ എന്താ കുറേ 2 ബാഗ് വെച്ചിട്ട് ഓർഡർ മേടിക്കുക എന്നുള്ളത്. ഇത് വിൽക്കാനൊന്നുമല്ല, നമുക്ക് എന്തെങ്കിലും ഈ ഇതുമായി ബന്ധപ്പെട്ട തടസ്സമുണ്ടോ, കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡയറക്റ്റായിട്ട് പോകാനുള്ള കഴിവുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പം ഞാൻ ഏതായാലും അന്നൊരു സ്കൂട്ടർ ഉണ്ടായിരുന്നു, അതും വെച്ചുകൊണ്ട് ഓരോ കോളനിയിൽ പോയിട്ട്. പക്ഷേ ആദ്യമേ സ്കൂൾ ബാഗ് വയ്ക്കുമ്പോൾ വീട്ടിൽ കയറണം. വീട്ടിൽ കയറുമ്പോൾ എങ്ങനെ കയറും? വീട്ടിൽ സാധാരണ ഒരു 9:30 കഴിഞ്ഞിട്ടല്ലേ കയറാൻ പറ്റുള്ളൂ. 9:30 കയറുമ്പോൾ ഗേറ്റ് അടച്ചായിരിക്കും. ഗേറ്റ് തുറക്കുമ്പോൾ പട്ടി ഉണ്ടോ എന്ന് നോക്കണം. പട്ടി ഉണ്ടോ എന്ന് നോക്കുമ്പോൾ ബെല്ലടിക്കുക. ബെല്ലടിച്ചിട്ട് ആൾക്കാർ വരുമ്പോൾ ചിലപ്പോൾ അമ്മയായിരിക്കും വരുന്നത്, ചിലപ്പോൾ അവിടുത്തെ ഈ പറയുന്ന പോലെ ചിലപ്പോൾ അപ്പനായിരിക്കും, മിക്കവാറും അവരൊക്കെ ജോലിയിലായിരിക്കും. ഇപ്പോൾ ഡിസിഷൻ എടുക്കാൻ പറ്റാതെ ചിലപ്പോൾ അവിടുത്തെ സേവൻ്റ് ആയിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം അവിടെ കുട്ടികളുണ്ടോ ഇല്ലയോ എന്ന് അറിയാതെ സ്കൂൾ ബാഗായിട്ട് വന്നിട്ട് വല്ല കാര്യം, ചിലപ്പോൾ കോളേജിലായിരിക്കും, ചിലപ്പോൾ കുട്ടികളില്ലായിരിക്കും. ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? അപ്പോൾ ഇതൊക്കെ ഒരു സ്ട്രാറ്റജിക് ആയിട്ട് എന്തെങ്കിലും അവിടെ എങ്ങനെയുണ്ട്, ഇതൊക്കെ ഫോട്ടോ ഉണ്ടോ അല്ലെങ്കിൽ ചില സൈക്കിളുണ്ടോ, ഇതൊക്കെ നോക്കിയിട്ട് വേണം. അപ്പം ഭയങ്കര ഒരു എക്സ്പീരിയൻസാണ്. അപ്പോൾ 2-3 മാസം അതിലേ പോയെങ്കിൽ. അപ്പോൾ ഇതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ആക്ച്വലി അതൊക്കെ പ്രാക്ടിക്കൽ ലൈഫിൽ വലിയൊരു ഒരു എക്സ്പീരിയൻസ് ആയിട്ട്. ഈ സ്കൂൾ ബാഗ് വിൽക്കാൻ നടക്കുന്ന ജോസ് കെ മാണി, അത് നല്ല രസമുള്ളൊരു ഇമേജ് ആണല്ലോ. അല്ല, അത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ മദ്രാസിൽ ചെന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ഇതുപോലൊരു പുള്ളി എന്നോട് പറഞ്ഞു എനിക്കും ഇത് തന്നു. അപ്പം ഞാൻ സാറ്റിസ്ഫൈഡായി. വേറെ ഒരുത്തിനോട് കൊടുത്തല്ലോ എന്ന് ഓർത്തുകൊണ്ട് അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയത്. കഴിഞ്ഞതിന് ശേഷം പ്രൊഫഷണലായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നു. അപ്പം EPABX എന്ന് പറയും. EPABX എന്ന് ഇലക്ട്രോണിക് എക്സ്ചേഞ്ച് ഇതാണ്. പണ്ട് ഓർക്കുന്നുണ്ടാവും, ഇങ്ങനെ ഹോട്ടലുകളിലും ഇതിലെല്ലാം ഇങ്ങനെ വേറെടുത്ത് ഇങ്ങോട്ട് കുത്തിയിട്ട് ചെവി വെച്ചിരിക്കും. ഇപ്പോഴെല്ലാം ഇലക്ട്രോണിക്കായി. അപ്പം ഇലക്ട്രോണിക് അന്ന് ഒരു 30 വർഷം മുമ്പ് തുടങ്ങി. അപ്പം എന്നാന്ന് വെച്ചാൽ ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഒരു 4 ലക്ഷം തൊട്ട് 15 ലക്ഷം രൂപ വരെ. അപ്പോൾ ഇത് സാധാരണക്കാരന് ഒരു ഓർഗനൈസേഷനിൽ പോയി കഴിഞ്ഞാൽ സാധാരണ ഒരു മാനേജർക്കൊന്നും ഡിസിഷൻ എടുക്കാൻ പറ്റില്ല, അത്രയും വിലയുണ്ടല്ലോ. അപ്പോൾ എന്നാന്ന് ചോദിച്ചത് ഡിസിഷൻ എടുക്കുന്നത് അവിടുത്തെ MD ആയിരിക്കും. അപ്പോൾ MDയെ കാണണം. അപ്പോൾ ഞാൻ എങ്ങനെ പോകുമ്പോൾ ആദ്യമേ എങ്ങനെ പോകും? അപ്പോയിൻമെൻറ്റ് എടുക്കണം. അപ്പോയിൻമെൻറ്റ് എടുക്കുമ്പോൾ എത്ര ലൈൻ ഉണ്ടെന്ന് ആദ്യമേ കണ്ടുപിടിക്കണം. ലൈൻ എന്ന് പറഞ്ഞാൽ ഇൻകമിങ് ലൈൻ. ചിലയിടത്ത് 10 ലൈൻ. ഇപ്പോൾ ഹോട്ടലുകളൊക്കെ 10 ലൈൻ കാണും. ഇപ്പം പടപടാന്ന് അങ്ങനെയുണ്ടെങ്കിൽ എക്സ്ചേഞ്ചിൻ്റെ ആവശ്യമില്ല. ഒറ്റ ലൈനാണ്, ഒറ്റ ഫോണാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. ഇന്റർകോം 2-3. അപ്പോൾ ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് റിസർച്ച് നടത്തി കൊണ്ടുപോകുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ഡയറക്ടറി എടുത്തിട്ട് അതിനകത്ത് ഫോൺ നമ്പേഴ്സ്, ചില കമ്പനിയുടെ പേര് 10 ഫോൺ നമ്പേഴ്സ് കാണും ഒരുമിച്ച് 1 2 3 4 എന്ന്. അപ്പോൾ അത്രയും ലൈൻ ഉണ്ടെന്ന് കണ്ടുപിടിക്കും. ഇതിൽ ലിസ്റ്റ് എടുക്കും, അവിടെ പോകും, MD ആരാന്ന് മനസ്സിലാക്കും. ഒരു MDയെ കണ്ടുപിടിക്കാനായിട്ട് അവിടെ പോയി അപ്പോയിൻമെൻറ്റ് ചോദിച്ചാൽ കിട്ടത്തില്ല. ഏറ്റവും നല്ല ഫോണിൽ കൂടെ ആദ്യം അപ്പോയിൻമെൻറ്റ് എടുക്കുന്നത്. ഫോണിൽ കൂടെ വിളിക്കുമ്പോൾ ആരപ്പുറത്തിരിക്കുന്ന തരത്തിലല്ലോ, ചെയർമാനാണോ എൻ്റെ കമ്പനിയുടെ ആളാരാന്ന് പറയുമ്പോൾ ഐ ആം കമ്മിങ് ഓവർ, ക്യാൻ യു ഗീവ് മീ 2 minutes അപ്പോയിൻമെൻറ്റ് എന്ന് പറയും. അങ്ങനെ ഈ ട്രിവാൻഡ്രത്ത് GIC-യിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഹോം ലോണുകളൊക്കെ പാസ്സാക്കി കൊടുത്തിട്ടില്ലേ? അതെ ഉണ്ട്. രാഷ്ട്രീയത്തിൽ തന്നെ പാപ്പയുടെ കൂടെ തന്നെ രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന ആളുകൾ, സിനിമാ താരങ്ങൾ, അവർക്കൊക്കെ ഈ ഹോം ലോണുകൾ തയ്യാറാക്കി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു സെക്കൻഡ് ജോലി എന്ന് പറയുന്നത് അവിടുന്ന് മാറി ഞാൻ GIC ഹൗസിംഗ് ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ, ഒരു പബ്ലിക് സെക്ടറാണല്ലോ. അതിനകത്ത് പലരും വന്നിട്ടുണ്ട്, പല രാഷ്ട്രീയ നേതാക്കന്മാർ, ഇപ്പോഴത്തെ നേതാക്കന്മാർ, പണ്ടുള്ള നേതാക്കന്മാർ, ഉദ്യോഗസ്ഥരൊക്കെ വരും. അപ്പം അവരെ ജഡ്ജ് ചെയ്യുന്നൊരു കാര്യമുണ്ട്, ഈ ഹൗസിംഗ് ലോൺ ജഡ്ജിങ്. ആ ജഡ്ജിങ് എന്ന് പറയുന്നത് വളരെ രസമാണ്. അതും എന്നാ വെച്ചാൽ നമ്മളെ ഒന്നും ആരും പഠിപ്പിക്കാൻ ട്രെയിനിങ് എന്നൊക്കെ പറഞ്ഞ ഒരു മാസം ഐഡിയയിലൊക്കെ ഒന്ന് പോയിട്ട് ഇവിടെ വന്നിരുന്നിട്ട് എന്നാ വെച്ചാൽ നമ്മൾ പണം കൊടുത്തതിന് ശേഷം
നമ്മൾ അത് തിരിച്ച് കിട്ടാതെ വരുമ്പോഴാണ് പ്രശ്നം. പണം കൊടുക്കാൻ എളുപ്പമാണ്, ഇവിടെ കിടക്കുക എഴുതി കൊടുത്താൽ മതിയല്ലോ. പക്ഷെ തിരിച്ച് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഓരോരുത്തരും വരുമ്പോൾ അവൻ്റെ സ്വഭാവമാണ് പഠിക്കേണ്ടത്. നമ്മൾ ഇരിക്കുന്നത് എങ്ങനെയാണ്, അവന് ഇപ്പോൾ ഏതെങ്കിലും ഒരാളെ കള്ളു കുടിച്ചിട്ട് വന്നിട്ട് എനിക്ക് ലോൺ വേണം, റീപേയ്മെൻറ്റ് കപ്പാസിറ്റി നോക്കിയിട്ടാണ്. കള്ളു കുടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും കൊടുക്കില്ല, എത്ര പണക്കാരനാണ് ഞാൻ കൊടുക്കില്ല. അങ്ങനെ ഒരു നമ്മുടെ ഇതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പലരും വന്നിട്ടുണ്ട്. പക്ഷെ സാധാരണ ലോൺ കൊടുക്കുമ്പോൾ അങ്ങനെയൊന്നും പറയും. ചിലവരൊക്കെ മിക്കവാറും ഉള്ളവരൊക്കെ ഹൗസിംഗ് ലോൺ വലിയ പണക്കാർ കൊടുക്കും, ഇല്ലാത്തവർ കൊടുക്കും, വേണ്ടവർ കൊടുക്കും, ഇതൊക്കെ എടുക്കും. സാധാരണ ഒരു ഹൗസിംഗ് ലോൺ എടുക്കാറുണ്ട്. പലരും രാഷ്ട്രീയത്തിലുള്ളവരൊക്കെ എടുത്തിട്ടുണ്ട്, സിനിമാ താരങ്ങൾ എടുത്തിട്ടുണ്ട്. പറയുന്നത് ശരിയല്ല, സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളത് അത് ഞങ്ങളുടെ സുഹൃത്തുക്കളാണ് വന്നെടുത്തിട്ടുണ്ട് ഹൗസിംഗ് ലോൺ. സുരേഷ് ഗോപി എങ്ങനെയാണ് ജഡ്ജ് ചെയ്തത്? സുരേഷ് ഗോപി എനിക്കത് ഉണ്ടല്ലോ, അപ്പോൾ സ്വഭാവത്തിനൊന്നും കുഴപ്പമില്ലല്ലോ. ഈ സോഷ്യൽ മീഡിയയുടെ നെഗറ്റീവ് ഇമ്പാക്റ്റിനെ പറ്റി ചോദിച്ചപ്പോൾ 2 കാര്യങ്ങളെ പറ്റി കൂടി ചോദിക്കാനുണ്ട്. ഒന്ന്, ഈ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും ചില സിനിമകളുടെ റെഫറൻസുകൾ വെച്ചിട്ട് പല കഥാപാത്രങ്ങളായിട്ട് ഇങ്ങനെ പറഞ്ഞു പോവുകയും ആ കഥാപാത്രങ്ങളുടെ നെഗറ്റീവായിട്ട് തന്നെ, അതായത് മാണി സാറിന് നെഗറ്റീവായിട്ട് തന്നെ കാണിക്കാൻ ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ചില സിനിമയിൽ ചില കഥാപാത്രങ്ങൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് വിമർശനം ഉണ്ടാവുകയും ഒരുപാട് പേരുകൾ അതിന് ശരി വയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ എന്നുള്ള രീതിയിൽ ജോസ് കെ മാണി അങ്ങനെയുള്ള ട്രോളുകൾ അല്ലെങ്കിൽ പോസ്റ്റുകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് പ്രജ എന്നുള്ള സിനിമ, ആ സിനിമയിൽ ലാഹേൽ വക്കച്ചൻ, അതായത് ഒരു പാലക്കാരനായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനായിട്ടാണ് അതിൽ കാണിച്ചിട്ടുള്ളത്. അത് പലപ്പോഴും കെ എം മാണിയാണെന്നുള്ള രീതിയിൽ ആളുകൾ പോസ്റ്റ് ചെയ്യും. ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഞാനേ ഉള്ള സത്യം പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിൽ എനിക്ക് ഒത്തിരി എതിരായിട്ടുണ്ട്. മാസാനെതിരെ, ചാച്ചനെതിരായിട്ടുണ്ട്. എനിക്ക് ദൈവം ഒരു കഴിവ് തന്നെ ഞാൻ ചോദിച്ചാൽ സോഷ്യൽ മീഡിയ വന്ന ഒരു സാധനം ഞാൻ ഓർത്തിരിക്കത്തില്ല, മറന്നു പോയി. ഒന്ന് ഇത് നോക്കാൻ സമയമില്ല, പിന്നെ ഇത് നോക്കിയാൽ നമ്മുടെ പ്രഷർ കൂട്ടാവുന്നത് മാത്രമേ ഉള്ളൂ. എന്തിനാ നമ്മളിതിനെ അവൻ പറയാനുള്ള പറയും. പിന്നെ ഞാനതാ ആദ്യമേ പറഞ്ഞത്, ഈ ക്യാരക്ടർ എത്രയോ ലീഡേഴ്സിനൊക്കെ കണ്ണായനെതിരെ അങ്ങനെയൊക്കെ എത്രയോ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്, പൊളിറ്റിക്കൽ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. ആ പൊളിറ്റിക്കൽ സിനിമയൊക്കെ അതിൻ്റെ ഒരു കലാപരമായിട്ടൊക്കെ അതിൻ്റെ ഗുഡ് സ്പിരിറ്റ് ഞാൻ എടുക്കാറുള്ളൂ. എത്രയോ കാർട്ടൂൺസ് എത്രയോ വരും, വരട്ടെ, അതിനകത്തൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ക്യാരക്ടർ അസാസിനേഷൻ നടത്തിയുള്ള സോഷ്യൽ മീഡിയയിൽ വരുന്നത് ഇവൻ്റെ സിനിമയ്ക്കകത്ത് വന്ന് അത് പാടില്ല. ക്യാരക്ടർ അസാസിനേഷൻ, അത് ഡയറക്റ്റ് ക്യാരക്ടർ അസാസിനേഷൻ, അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു നിലപാട്. ഞാൻ പറഞ്ഞ മനസ്സിലായില്ല, നമ്മൾ ഒരാളെ ക്യാരക്ടർ അത് അറിഞ്ഞോ അറിയാതെ ചെയ്യാൻ പാടില്ല. പിന്നെ മറ്റേ സിനിമയിൽ വരുന്നു അതൊന്നും ഞാൻ ബോധർ ചെയ്യാറില്ല, അത് അതിൻ്റെ വഴിക്ക് പോകും. അങ്ങനെ ബോധർ ചെയ്യാൻ തുടങ്ങി നമുക്കിവിടെ ജീവിക്കാൻ പറ്റും. അത് നടക്കട്ടെ, അവന് സന്തോഷം കിട്ടട്ടെ, ഇതൊന്ന് അവൻ്റെ സന്തോഷം. പക്ഷെ ആ സന്തോഷമൊന്നും അധികം നേരം നിൽക്കത്തുമില്ല. ഈ വേദനിപ്പിക്കാൻ വേണ്ടി തന്നെ ചില ആളുകൾ ചില ക്രൂരവിനോദങ്ങളൊക്കെ അന്ന് പത്രങ്ങളിലൊക്കെ ചെയ്തിരുന്നു. അല്ല, അത് സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, അത് ബോധപൂർവമുള്ള ഒരു ഓപ്പറേഷൻ്റെ ഭാഗമാണ് എന്നുള്ളത്. അത് സാധാരണക്കാരെന്ന് പറയാൻ ഞങ്ങൾക്കും അറിയാം, എല്ലാവർക്കും അറിയാം. അത് മാത്രമല്ല, റിപ്പീറ്റഡായിട്ട് വന്നുകൊണ്ടേയിരിക്കുന്നു. അത് ഞാൻ പറഞ്ഞത് ഒരു പരിധിക്കപ്പുറം ഈ പറയുന്നത് ഇതിനകത്തൊരു ഹ്യൂമറസ് ആയിട്ട് എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ അതിനപ്പുറത്തേക്കാണ് ഒരു ക്യാരക്ടർ അസാസിനേഷൻ കൊണ്ട് ഇവർ ചെയ്യുന്നത്. ഒരിക്കലും ശരിയല്ല, അതല്ല എന്ന് പറഞ്ഞത്. അതുമാത്രമല്ല, എത്രയോ കാര്യം കുടുംബത്തിനെ പറ്റി പറയും, മക്കളെ പറ്റി പറയും. അതൊക്കെ പറയുമ്പോഴും ഒരു കാര്യം ഓർത്തുന്നത് ഇതൊക്കെ തിരിച്ച് അവിടെ തന്നെ ചെല്ലും, ആര് പറഞ്ഞാലും. അങ്ങനെ ഒരു വിശ്വസിക്കുന്നതാണ്. അതുകൊണ്ട് ക്രെഡിറ്റ് എടുക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ. ഇപ്പോൾ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള പല കാര്യങ്ങളിലും ജോസ് കെ മാണി എന്നുള്ള ഒരു വിഷണറി ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ്റെ ഒരു ചിന്തയുണ്ട്. സിന്തറ്റിക് ട്രാക്കുകൾ, സയൻസ് സെറ്റ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളിലൊക്കെ ജോസ് കെ മാണി എന്നുള്ള മനുഷ്യൻ്റെ ഒരു വിഷൻ ഉള്ളതായിട്ട് അറിയാം. പക്ഷേ ഇതിൻ്റെ ക്രെഡിറ്റ് പലപ്പോഴും മുഴുവനായിട്ട് ജോസ് കെ മാണിയിലേക്ക് എത്താറില്ല, സോഷ്യൽ മീഡിയ ഇമ്പാക്റ്റ് കൊണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? എൻ്റെ ഒരു ചിന്ത എന്ന് പറയുന്നത് എന്നാന്ന് വെച്ചാൽ, എപ്പോഴും ന്യൂ തിങ്സ് ഹാസ് ടു ബി ഡൺ എന്ന് പറഞ്ഞാൽ ഒരു വ്യത്യസ്തമായി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചിന്ത. അത് രാഷ്ട്രീയത്തിലാണെങ്കിലും പൊതുജീവിതത്തിലാണെങ്കിലും പേഴ്സണൽ ജീവിതത്തിലാണെങ്കിലും നമ്മൾ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ചിന്തയുണ്ട്. അപ്പോൾ സാധാരണ രീതിയിൽ ഞങ്ങൾക്കൊക്കെ എം പിമാർക്കും എം എൽ എമാർക്കും ഒക്കെ എം പി ഫണ്ടുണ്ട്, എം പി ഫണ്ട്, എം എൽ എ ഫണ്ടുണ്ട്. എം എൽ എ ആകുമ്പോൾ അതൊക്കെ പ്രാദേശിക വികസനം വേണ്ടി ആർക്കും വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അവിടെ 2 ലക്ഷം കൊടുത്തു, ഇവിടെ 5 ലക്ഷം കൊടുത്തു, ഇവിടെ കൊടുത്തു. അതൊക്കെ പിന്നെ പ്രയോറിറ്റി നിശ്ചയിക്കുക എന്നുള്ളത്, അവിടെ വേണോ ഇവിടെ വേണോ എന്നുള്ളത് അതൊക്കെ വേണമെങ്കിൽ ഒരു 1/2-3 മണിക്കൂർ കൊണ്ട് തീർക്കാനുള്ള പണിയുള്ളൂ. പക്ഷെ അതിനപ്പുറം നമുക്ക് ഈ സമൂഹത്തിൽ ഒന്ന് ലോങ് റേഞ്ച്, അത് യുവാക്കൾക്കാണെങ്കിലും ആർക്കാണെങ്കിലും അതൊരു ഒരു ബൃഹത്തായ പദ്ധതികൾ എന്തെങ്കിലും കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. അതിപ്പം ഞാൻ ജനപ്രതിനിധിയാകുന്നത് 2009 ലോക്സഭാ മെമ്പറായപ്പോൾ ആദ്യം തൊട്ട് ആദ്യത്തെ ഒരു 7 വർഷം
അല്ലെങ്കിൽ 6 വർഷത്തോളം പ്രോജക്റ്റ് മുഴുവൻ ഇതുപോലെ ബുക്ക് എടുത്തിട്ട് പഠിക്കുകയായിരുന്നു. ആനുവൽ റിപ്പോർട്ട്, ഓരോ മിനിസ്ട്രിയുടെ ആനുവൽ റിപ്പോർട്ട് എടുത്ത് നോക്കും. അത് നോക്കിയിട്ട് അതിനകത്ത് ഓരോ പദ്ധതികൾ, നമുക്ക് ഏത് പദ്ധതി ഉണ്ട് ഈ ആനുവൽ റിപ്പോർട്ടിൽ വരും. അപ്പോൾ ചിലപ്പോൾ വേറെ വേറെ പേരുകളായിരിക്കും, ആയുഷ്മാൻ മറ്റേത് മറിച്ച് എന്നൊക്കെ പറഞ്ഞായിരിക്കും. പക്ഷെ അതിനകത്തോട്ട് റിസർച്ച് നടത്തുമ്പോൾ എങ്ങനെയാണ്, എന്താണ്, എവിടെയാണ്, എത്രയാണ് നമുക്ക് കിട്ടുന്നത്, സ്റ്റേറ്റ് വല്ലതും മുടക്കേണ്ടതുണ്ടോ, എന്തേലും സ്ഥലം വേണം, എവിടെയൊക്കെ കൊടുത്തു, എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നൊക്കെ ഇങ്ങനെ മുഴുവൻ പഠിക്കും. ചിലപ്പോൾ ഒക്കെ കോടിക്കണക്കിന് രൂപയുടെ കേന്ദ്രത്തിൽ ആ ഓരോ മിനിസ്ട്രിയിലും ഇങ്ങനെ കിടപ്പുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പദ്ധതികൾക്ക് വേണ്ടി മുഴുവൻ ഒരു സെർച്ചായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും അത് തന്നെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു, ഞാൻ പറഞ്ഞത്, തെരുതെരുതെരുതെരാന്നുള്ള പദ്ധതികൾ പല മേഖലകളിലേക്ക് എനിക്ക് കൊണ്ടുവരാം. ഇപ്പം ഈ പറയുന്ന പോലെ തന്നെ നമ്മുടെ ഇപ്പോൾ IIIT, അത് വേണമെന്നുണ്ടെങ്കിൽ അതിലെ പോകുമ്പോൾ ഒന്ന് കാണാൻ പറ്റും. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് 300 കോടിയാണ്. ഇന്ന് 2000 കുട്ടികൾ അവിടെ ഉണ്ട്. ഇന്ന് ഇന്ത്യയുടെ നമ്പർ 1 ആയിട്ടുള്ള സ്ഥാപനമാണ്. കഴിഞ്ഞ ഒരു 1.5 മാസക്കാലം മുമ്പ് നിർമ്മലാ സീതാരാമൻ കേന്ദ്ര ധനകാര്യമന്ത്രി, സാധാരണ ഇവിടെ അങ്ങനെ ഈയിടെ അടുത്ത നാളിലൊന്നും, ഇതിനു വേണ്ടി മാത്രം നേരെ ആ കോളേജ് പാലായിൽ ഈ ഗ്രാമത്തിൽ വന്നു. മനസ്സിലായത് അത്. ഇപ്പം നിങ്ങൾ സോഷ്യൽ മീഡിയയും സൈബർ സെക്യൂരിറ്റിയെ പറ്റി, സൈബർ സെക്യൂരിറ്റി കമാൻഡോസ് ഉണ്ട്. അതിൻ്റെ ട്രെയിനിങ് ആകെപ്പാടെ 5-6 ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഇന്ത്യയിൽ നടത്തുന്നത്. അതിലൊരെണ്ണം ഇവിടെയാണ്. കഴിഞ്ഞ പ്രാവശ്യം ആനുവൽ പ്ലേസ്മെൻറ്റിന് 60 ലക്ഷം രൂപയാണ് കുട്ടികൾക്ക് അവിടെ കിട്ടിയിരിക്കുന്നത്. റിസർച്ച് നടക്കുന്നു. ഇപ്പോൾ അവിടെ നമ്മൾ എൻ്റെ ഒരു സ്വപ്നം, അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഇൻഫോ പാർക്ക് സെറ്റ് ചെയ്യണമെന്നുള്ളതാണ്. കാരണം പണ്ടൊക്കെ നമ്മൾ ഇൻഡസ്ട്രിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എവിടെയാണ് ഇൻഡസ്ട്രി ഉള്ളത് അങ്ങോട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് വരും. ഇത് എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയുണ്ടോ അങ്ങോട്ട് ഇൻഡസ്ട്രി കൊണ്ടുവരിക എന്നുള്ളതാണ്. ആ കോൺസെപ്റ്റ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് കൂടെ കൊണ്ടുവന്നു, സയൻസ് സിറ്റി കൊണ്ടുവന്നു. അതോടൊപ്പം തന്നെ ഇപ്പം മീഡിയ ആയിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ കൊണ്ടുവന്നു. നമ്മൾ ആദ്യമേ തന്നെ റീജിയണൽ ഓഫീസ്, റീജിയണൽ പാസ്പോർട്ട് എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് എറണാകുളത്തുണ്ട്. ആദ്യത്തെ സേവാ കേന്ദ്രം നമ്മൾ പാസ്പോർട്ട് ഓഫീസ് കൊണ്ടുവന്നത് കോട്ടയത്തേക്കാണ് നമ്മൾ കൊണ്ടുവന്നത്. റെയിൽവേ ആയിട്ടുള്ള വികസനം കൊണ്ടുവന്നു. സെൻട്രൽ റോഡ് ഫണ്ട് ആദ്യമേ BMBC ചെയ്യുന്നത്, സെൻട്രൽ റോഡ് ഫണ്ട് ഞാൻ ലോക്സഭയിൽ വന്നതിന് ശേഷം ഈ ഇതിൽ തന്നെ ഏതാണ്ട് 400 കോടി രൂപയുടെ നമുക്ക് കൊടുത്തു. ഈ പറയുന്ന മത്സ്യ മാർക്കറ്റുള്ള 1 കോടി 2 കോടി ഏറ്റുമാനൂർ, അതോടൊപ്പം തന്നെ വൈക്കത്ത്, ഇങ്ങനെ പല സ്ഥലങ്ങളിൽ കൊടുക്കാൻ കഴിഞ്ഞു. ROB റെയിൽ ഓവർ ബ്രിഡ്ജ് കൊണ്ടുവരാൻ കഴിഞ്ഞു. അതൊരു 5 നമുക്ക് ഈ പറയുന്നത്, ഒന്ന് നമ്മുടെ മൂലയിടം, കുമാരനെല്ലൂർ, കാരിത്താസ്, കുറുപ്പന്തറ, ഈ മുളന്തുരുത്തി, 5 ബഡ്ജറ്റിൽ ഞാൻ ഇടപെട്ട് നമുക്ക് സാങ്ഷനാക്കി കിട്ടിയത്. അതിൽ കുറുപ്പന്തറ ഒഴികെ ബാക്കിയെല്ലാം നമുക്ക് തീർക്കാൻ കഴിഞ്ഞു. ഇങ്ങനെ കേന്ദ്ര വിദ്യാലയം നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ പല കാര്യങ്ങളും നമുക്ക് ഈ പറഞ്ഞ ഇപ്പോഴത്തെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി, അത് തിരുവനന്തപുരത്ത് മാത്രമേ ഉള്ളൂ. ഇപ്പം ഇവിടെ ഒക്കെയാണ് മുഴുവൻ. അതിനകത്ത് ഇപ്പോൾ അടുത്ത ഒരു സംവിധാനം എന്ന് പറയുന്നത് നമ്മുടെ റേഡിയേഷനുമായി ബന്ധപ്പെട്ട് എക്സ്റേ, CT പ്ലസ് സ്റ്റിമുലേറ്റർ ക്യാൻസർ എന്നുള്ള ഒരു 10-15 കോടി രൂപ വരും. കേന്ദ്രമായി ബന്ധപ്പെട്ട് ഇപ്പം നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അത് ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമം നടക്കുക. അപ്പം നിരവധി പ്രോജക്റ്റുകൾ, 1 MB 1 ഐഡിയ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല കണ്ടുപിടുത്തങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ആരും ചെയ്തിട്ടില്ല. പ്രാദേശിക വികസന ഫണ്ടിൽ അത് ചെയ്യുന്നത്. 5 ലക്ഷം രൂപ കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. അത് നമ്മൾ ചെയ്തു. അതിൻ്റെ വലിയ പരിപാടികൾ ചെയ്തു. അങ്ങനെ നിരന്തരമായ പദ്ധതികളാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനകത്ത് നമ്മൾ എന്നാന്ന് ചോദിച്ചാൽ, ഒന്ന് ന്യൂ ജനറേഷൻ കാണും, ആൾക്കാർക്കുള്ളത് ഉണ്ടാവും. ചിലത് ആശുപത്രിയായിട്ട് ബന്ധപ്പെട്ടറിയും, ചിലത് ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ടുണ്ടാകും. പൈക്ക പദ്ധതിപ്പെടുത്തി ഒരു 40ഓളം പഞ്ചായത്തുകളിൽ അവിടുത്തെ ഗ്രൗണ്ട് റെഡിയാക്കാനുള്ള പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രി സടക്ക് യോജന അത് എല്ലായിടത്തും ഉള്ളതാണ് കേട്ടോ. പക്ഷേ ഏറ്റവും കൂടുതൽ പ്രോജക്റ്റുകൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞത് അങ്ങനെ നിരവധി. അതൊന്നും ഇവിടുന്ന് കുട്ടികളെ നമ്മൾ മദ്രാസിലേക്ക് വിടുന്നു. ഏറ്റവും 2 ഗ്രാമപഞ്ചായത്തിന്, എന്നിട്ട് അവിടുത്തെ ഇൻ്റർനാഷണൽ എക്സിബിഷൻ 3 ദിവസം ഒരാഴ്ച താമസിപ്പിച്ച് അവിടെ മുഴുവൻ ഒരാഴ്ച IIT-യിലാണ് അവിടുത്തെ എക്സിബിഷൻ നടക്കുന്നത്. പ്ലാനറ്റോറിയം ഉൾപ്പെടെ അത് കണ്ടു കഴിഞ്ഞിട്ട് അവരുമായിട്ടൊരു സംവാദം നടത്തുമ്പോൾ പോകുന്നതിന് മുമ്പുള്ള ഒരു വിഷനല്ല വന്നു കഴിയുമ്പോൾ. നേരത്തെ അവർ പറയും എനിക്ക് എഞ്ചിനീയറിംഗ് ഡോക്ടർ ആകണമെന്നായിരുന്നു. പക്ഷെ തിരിച്ചു വന്നു കഴിയുമ്പോൾ അതിനപ്പുറത്തേക്ക് അവരുടെ വിഷൻ മാറും. അങ്ങനെ നിരന്തരമായ പദ്ധതികളാണ്, ഒന്നും നിറം തൊടാത്തുള്ള പദ്ധതികളാണ് കൊണ്ടുവരാൻ കഴിയും. പക്ഷേ അതൊരു ത്രില്ലാണ്, എനിക്കത് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം. ചിലപ്പോൾ അതൊക്കെ നമ്മുടെ ക്രെഡിറ്റിന് വന്നെന്ന് വരികയല്ല. ടൂറിസവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം പദ്ധതികളുണ്ട്. ഇപ്പോൾ കോട്ടയത്തുള്ള ഇൻഡോർ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് അന്ന് ഉമ്മൻചാണ്ടി സാറ് തന്നെ പറഞ്ഞു, പല പ്രാവശ്യം അത് ഉദ്ഘാടനം ചെയ്ത് നടക്കാതെ പോയി. അത് 5 പ്രാവശ്യം അത് മുഖ്യമന്ത്രി അദ്ദേഹം. ഞാൻ പറഞ്ഞു ഈ പ്രാവശ്യം ആയിട്ടുണ്ട്. എൻ്റെ കാലത്തല്ല, അതിന് മുമ്പ്. അപ്പോൾ എന്നെ ചോദിച്ചു, ജോസഫ് ഇത് നടക്കുമോ? ഞാൻ പല പ്രാവശ്യം ഉദ്ഘാടനം ചെയ്ത് നടക്കാതെ പോയത്. 6 കോടി രൂപ
അത് കേന്ദ്രത്തിൽ നിന്ന് ഒറ്റ ദിവസം കൊണ്ട് സാങ്ഷനാക്കി ചെയ്യിപ്പിച്ചു. നിരന്തരം ഇവിടുത്തെ ഈ പറഞ്ഞ നമ്മുടെ സിന്തറ്റിക് ട്രാക്ക് അന്ന് അത് അച്ചാച്ചൻ ചെയ്തതാണ്. പക്ഷേ നമ്മൾ അങ്ങനെയുള്ളൂ, അതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളും അതിൻ്റെ ഫോളോ അപ്പും കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു. ഇപ്പോൾ അത് വീണ്ടും ഒത്തിരി തകർന്നു പോയി. വീണ്ടും അത് നമുക്ക് AICTE കൂടി കൊണ്ട് ചെയ്യാം. ഈ അച്ഛൻ മകൻ ഒക്കെ ഇങ്ങനത്തെ വിവാദങ്ങളിലോ അല്ലെങ്കിൽ പരാമർശങ്ങളിലൊക്കെ ഒരു സംസാരം ഉണ്ടായിരുന്നോ? ഇതിങ്ങനെ പറയുന്നുണ്ടല്ലോ, ഇതെന്താ ഇങ്ങനെ, അങ്ങനെ ഒരു ജോസ് കെ മാണി സംസാരങ്ങളുണ്ടായ സന്ദർഭങ്ങളുണ്ടോ? ഒരു സംസാരമുണ്ട്. അങ്ങനെ ഒരു ഫ്രിക്ഷൻ ഈ വീട്ടിലില്ല. അങ്ങനെ ഫ്രിക്ഷൻ അല്ല ഞാൻ പറയുന്നത്, ഇതിനൊരു ഹെൽത്തി ആയിട്ടൊരു ചർച്ച ഉണ്ടാവും. എന്താ ആളുകൾ ഇങ്ങനെ ചെയ്യുന്ന അച്ഛാ? ഒന്നാമത് അങ്ങനെ ചർച്ച ചെയ്യാനുള്ള സമയമൊന്നുമില്ല. ഒരു നാട്ടിലുള്ള ഏത് തോന്നിവാസം പറയുന്നതെല്ലാം ചർച്ചയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അതിനൊന്നും സമയമില്ല എന്നുള്ളതാണ് സത്യം. അതിനേക്കാളും ജനങ്ങളുടെ ആവശ്യം, ജനങ്ങളുടെ കാര്യം നോക്കി പോകുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയൊക്കെയാണ് നമ്മൾ മുന്നേറി പോകുന്നത്. അങ്ങനെ ഒരു ചർച്ച ഉണ്ടാകാറില്ല. ഫുട്ബോൾ വളരെ ഇഷ്ടപ്പെട്ടൊരു വിനോദമാണെന്ന് കേട്ടിട്ടുണ്ട്. ഫുട്ബോളുണ്ട്, ഫുട്ബോൾ നല്ലപോലെ കളിക്കും. ഞാനതാ പറഞ്ഞ മഴയത്തും കളിക്കും. ഒത്തിരി നാളായി ഞാൻ ഫുട്ബോൾ കളിക്കും, ഹോക്കി കളിക്കും, ക്രിക്കറ്റ് കളിക്കും. മെസ്സിയാണോ ഇഷ്ടപ്പെട്ട പ്ലെയർ? മെസ്സിയാണ് ഇപ്പോൾ എല്ലാവർക്കും. എനിക്ക് തോന്നുന്നു പിള്ളേർക്കൊക്കെ ഒരു മെസ്സി 10 നമ്പർ അല്ലേ, 10 അല്ലേ? അതെ 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 അതെ. ലയണൽ മെസ്സി 10. അർജന്റീന ഫാനാണ്. അർജന്റീന ഫാനാണ്. പക്ഷെ ഓരോ സമയത്തും വരുന്ന കളിയുടെ ഇതുപോലെ ഇരിക്കും. അർജന്റീന, ബ്രസീൽ ഇങ്ങനെയൊക്കെ നിൽക്കും. ആ മഞ്ഞയും അർജന്റീന നീലയും ഒക്കെ ഞങ്ങൾ നോക്കി പോകും. ഞാൻ നീലയുടെ ഒരു ഫാനാണ്. ഷർട്ടൊക്കെ നീലയുടെ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. English Cafe, we present you the perfect English. WhatsApp now 9633 888 575.